കെമിസ്ട്രി പ്രാക്ടിക്കൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി പ്രാക്ടിക്കൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് എക്സ്പെരിമെൻറ്റ്സ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിലൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് സെക്കൻഡ് വൺ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലാണ് നമുക്ക് വോളിയോമെട്രിക് ടൈട്രേഷൻസ് വരുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ദാറ്റ് മീൻസ് സോൾട്ട് അനാലിസിസ്. നമുക്കറിയാം സോൾട്ട് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സോൾട്ട് തന്നിട്ടുണ്ടാവും, എക്സാമിന് ഒരു സോൾട്ട് തന്നിട്ടുണ്ടാവും. അതിൽ ആനയോൺസും കാറ്റയോൺസും ഐഡൻറ്റിഫൈ ഉള്ളത് മാത്രമാണ് നിങ്ങളുടെ ആവശ്യം. അപ്പം അതിനായിട്ട് നമുക്ക് കോമൺലി തരുന്ന കുറച്ച് ആനയോൺസ് ഉണ്ട്, കുറച്ച് കാറ്റയോൺസും ഉണ്ട്. അപ്പം അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സാധാരണ സോൾട്ട് തരാറ്. അപ്പോൾ അതിൽ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ആനയോൺസും കാറ്റയോൺസും കുറച്ചുണ്ട്. അത് ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് തരുന്ന ഒരു ആനയോണാണ് കാർബണേറ്റ്. ഇപ്പോൾ നമ്മൾ അനാലിസിസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആനയോൺ ഏതാണെന്നാണ്. ഒരു ആനയോണും ഒരു കാറ്റയോണുമാണ് നമ്മുടെ സോൾട്ടിനകത്ത് ഉണ്ടാകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആനയോൺ ഏതാണ്. അപ്പോൾ കോമൺലി തരുന്ന ആനയോൺസാണ് കാർബണേറ്റ്, അസറ്റേറ്റ്, നൈട്രേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ്. ഇത്രയും 5 ആനയോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഇനി കാറ്റയോൺസിലേക്ക് വരുവാണെങ്കിൽ ഗ്രൂപ്പ് 0 അമോണിയ, ഗ്രൂപ്പ് 1 ലെഡ്, ഗ്രൂപ്പ് 3 അലൂമിനിയം, ഗ്രൂപ്പ് 4 സിങ്ക്, ഗ്രൂപ്പ് 5 ബേരിയം, കാൽഷ്യം, സ്ട്രോൺഷ്യം. അതിൽ സാധാരണ നമുക്ക് ബേരിയം മാത്രമേ തരാറുള്ളൂ. പിന്നെ ഗ്രൂപ്പ് 6 മെഗ്നീഷ്യം. ഇത്രയും ആനയോൺസും കാറ്റയോൺസുമാണ് നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വരുന്നത്. അതിൽ ഒരു സോൾട്ട്, അതായത് ഒരു 1 ആനയോൺ ആൻഡ് 1 കാറ്റയോൺ ഞാനിവിടെ അനാലിസിസിന് എടുക്കുന്നുണ്ട്. അതാദ്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് എല്ലാവർക്കും വാച്ച് ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ സോൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഈ സോൾട്ടിൽ ഒരു ആനയോൺ ഉണ്ട്, ഒരു കാറ്റയോൺ ഉണ്ട്. അതിൻ്റെ അനാലിസിസാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അനാലിസിസ് നടത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് പ്രിലിമിനറി എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നുമില്ല, ഫസ്റ്റ് കളർ ആൻഡ് അപ്പിയറൻസ് നോക്കുക. മിക്കവാറും എല്ലാ സോൾട്ടുകളും വൈറ്റ് കളറിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രിലിമിനറി അനാലിസിസ് ഫസ്റ്റ് കളർ ആൻഡ് അപ്പിയറൻസ് നോക്കുമ്പോൾ കളർലെസ്, ആബ്സെൻസ് ഓഫ് കോപ്പർ, മാംഗനീസ് എക്സെട്ര, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. കളർ ആൻഡ് അപ്പിയറൻസ് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നോക്കുന്നതാണ് ഫ്ലെയിം ടെസ്റ്റ്. ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലെയിം ഉണ്ട്, നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട്. ഇത് ജസ്റ്റ് പ്രിലിമിനറി അനാലിസിസ് മാത്രമാണ്. അപ്പോൾ പ്രിലിമിനറി അനാലിസിസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രിലിമിനറി നമ്മൾ 3 ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ടെസ്റ്റാണ് ഫ്ലെയിം ടെസ്റ്റ്. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന സോൾട്ടിനെ കുറച്ച് വേറൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് കുറച്ച് സോൾട്ട് എടുത്ത് അതിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്ത് ഫ്ലെയിം ടെസ്റ്റ് നടത്തണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന സോൾട്ട് വേറൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് എടുക്കുന്നു, കോൺസെൻട്രേറ്റഡ് HCl മിക്സ് ചെയ്യുന്നു, ഗ്ലാസ് റോഡ് എടുക്കുന്നു, ഫ്ലെയിമിലേക്ക് കാണിക്കുന്നു. അത്രേ ഉള്ളൂ ഫ്ലെയിം ടെസ്റ്റ്. ജസ്റ്റ് പ്രിലിമിനറി അനാലിസിസ് ഓൺലി. കോൺസെൻട്രേറ്റഡ് HCl. This is our glass rod. So mix this salt with the concentrated HCl and it is shown in the non-luminous part of the flame. Nothing happens or no characteristic observation. So absence of barium, calcium, strontium, etc. This is flame test. So preliminary analysis is over.
ദെൻ വി ആർ ഗോയിങ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റിലേക്കാണ് പോകുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഞാൻ പറഞ്ഞു, ഓരോ അനാലിസിസിനും നമുക്ക് തന്നിരിക്കുന്ന കാറ്റയോണിനും ആനയോണിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് തൊട്ട് പറയാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അതിനകത്തോട്ട് നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് കുറച്ച് ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കാം. ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് തന്നിരിക്കുന്ന സോൾട്ട് എടുക്കുന്നു. ദെൻ ഡൈല്യൂട്ട് HCl, കോൺസെൻട്രേറ്റഡ് അല്ല, ഡൈല്യൂട്ട് HCl നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. സ്മോൾ ക്വാണ്ടിറ്റി ഒഴിച്ചാൽ മതി, ബിക്കോസ് കെമിക്കൽസൊക്കെ ഹൈലി കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് HCl തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുന്നു. അപ്പോൾ HCl ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും ഇതിനകത്ത് കാണാത്തതുകൊണ്ട് നമ്മൾ പറയും എന്ത്, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിൽ കാർബണേറ്റ് പ്രസൻ്റ് ആണെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിനകത്ത് ആനയോൺ കാർബണേറ്റ് ആണെങ്കിൽ, നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്ന ആ സമയത്ത് അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങും. ബ്രിസ്ക് എഫർവസൻസ് എന്നാണ് അതിന് പറയാം. നല്ല രീതിയിൽ അത് പതഞ്ഞ് നല്ല പൊങ്ങി വരും. മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. അപ്പം കാർബണേറ്റ് ആണെങ്കിൽ നമുക്ക് ബ്രിസ്ക് എഫർവസൻസ് കാണാനായിട്ട് പറ്റും. അപ്പം ഇത് കാർബണേറ്റ് സോൾട്ട് അല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ പതയും പൊങ്ങലും ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. സോ നമ്മൾ എന്ത് എഴുതും? ഐഡൻറ്റിഫിക്കേഷനിൽ നമുക്ക് കാർബണേറ്റ് ഇല്ല. സോ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് വിത്ത് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദ ഗിവൺ സോൾട്ട് ഈസ് മിക്സ്ഡ് വിത്ത് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ആ ടെസ്റ്റ് അവിടെ കഴിഞ്ഞു. കാർബണേറ്റിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. ദാറ്റ് ഈസ് ഫോർ അസറ്റേറ്റ്. അസറ്റേറ്റ് ഉണ്ടോ നോക്കണം. അപ്പം അസറ്റേറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന സോൾട്ടിനെ വാഷ് ഗ്ലാസ്, അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത ഉടനെ തന്നെ വാഷ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടെസ്റ്റ് ഫോർ അസറ്റേറ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ വാഷ് ഗ്ലാസ് വാഷ് ചെയ്യുന്നു, നന്നായി തുടയ്ക്കുന്നു, ഡ്രൈ ആക്കുന്നു. ദെൻ അഗെയിൻ നമ്മൾ തന്നിരിക്കുന്ന സോൾട്ടിനെ കുറച്ച് വാഷ് ഗ്ലാസ്സിലേക്ക് എടുക്കുന്നു. തന്നിരിക്കുന്ന സോൾട്ടിനെ വളരെ കുറച്ച് എമൗണ്ട് വാഷ് ഗ്ലാസ്സിലേക്ക് എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, നോട്ട് കോൺസെൻട്രേറ്റഡ്, ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നു. ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നു. ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചതിന് ശേഷം നമ്മളത് നന്നായി മിക്സ് ചെയ്ത് മണത്ത് നോക്കണം. ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ് റോഡ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ സ്മെല്ലൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്മെല്ല് നോട്ട് ചെയ്യുന്ന സമയത്ത് അസിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് വിനെഗറിൻ്റെ സ്മെല്ല്, നമ്മൾ വീട്ടിലൊക്കെ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരിൻ്റെ മണം എല്ലാവർക്കും അറിയുന്ന ഒരു മണമാണ്. ആ വിനെഗറിൻ്റെ സ്മെല്ല് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് അസറ്റേറ്റ് ആസ് ആനയോൺ. നമുക്ക് എന്ത് പറയാം? വിനാഗിരിൻ്റെ സ്മെല്ല് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിൽ അസറ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിനകത്ത് ഉള്ള ആനയോൺ അസറ്റേറ്റ് ആണെന്ന് പറയും. പക്ഷേ ഇതിന് വിനാഗിരിയുടെ സ്മെല്ലില്ല. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു ടെസ്റ്റ് വിത്ത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ദാറ്റ് മീൻസ് എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് ഈസ് റബ്ഡ് ഇൻ എ വാച്ച് ഗ്ലാസ് യൂസിങ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്. അപ്പം അസറ്റേറ്റും ഇല്ല. ഇനി നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർബണേറ്റ് ഇല്ലയെന്ന് മനസ്സിലാക്കി, സെക്കൻഡ് അസറ്റേറ്റ് ഇല്ലയെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ മൂന്നാമത് നോക്കാൻ പോകുന്നത് നൈട്രേറ്റ് അല്ലെങ്കിൽ ക്ലോറൈഡ്. അതിൻ്റെ രണ്ടിൻ്റെ ടെസ്റ്റിന് ഒരേ സൊല്യൂഷൻ തന്നെ മതി. രണ്ടിൻ്റെ ടെസ്റ്റും ഒന്നിച്ച് കഴിയും.
അതായത് ഫസ്റ്റ് നൈട്രേറ്റ്, ഇനി തന്നിരിക്കുന്ന സോൾട്ടിനകത്ത് നൈട്രേറ്റ് ആനയോണോ ക്ലോറൈഡ് ആനയോണോ ഉണ്ടോ നോക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ടെസ്റ്റ് ട്യൂബ്, നല്ലോണം ഉണങ്ങിയിരിക്കുന്ന ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. നമ്മളത് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം, വളരെ കെയർഫുള്ളായിരിക്കണം. പിന്നെ ടെസ്റ്റ് ട്യൂബിനകത്തൊന്നും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സോൾട്ട് എടുക്കുന്നു. സോൾട്ട് എടുത്തതിന് ശേഷം കോൺസെൻട്രേറ്റഡ് H2SO4 ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് എടുക്കണം. ബിക്കോസ് ഹൈലി കൊറോസീവ് ആണ്. ബൈ യൂസിങ് ടോങ്സ് യൂസ് ചെയ്ത് നമുക്കിത് ഹീറ്റ് ചെയ്യണം. ടോങ്സ് യൂസ് ചെയ്യണം ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ടാണ് നമ്മളിത് ഹീറ്റ് ചെയ്യുന്നത്. നമുക്കിതിൽ എന്ത് നടന്നു എന്ന് കാണാം. വേവ് ചെയ്ത് ഹീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഓൾറെഡി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇപ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഒഴിച്ച് ഹീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ. ഇനി ഇപ്പോൾ ക്ലോറൈഡ് പ്രസൻ്റ് ആയ ഒരു സോൾട്ട് ആണെങ്കിൽ ഇതിനകത്തുനിന്ന് ഡെൻസ് വൈറ്റ് ഫ്യൂംസ്, അതായത് നമ്മൾ H2SO4 ഒഴിച്ച് തന്നിരിക്കുന്ന സോൾട്ട് H2SO4 ഒഴിച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഇതിനകത്തുനിന്ന് വരും. അപ്പം അവിടെ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയും എന്ത്, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ് ഇതിനകത്ത് പ്രസൻ്റ് അല്ല, അല്ലെങ്കിൽ ആനയോണായിട്ട് ക്ലോറൈഡ് ഇല്ല എന്ന് പറയും. ഇനി എഗെയിൻ ഞാൻ പറഞ്ഞു, നൈട്രേറ്റിൻ്റെ ടെസ്റ്റും സെയിം തന്നെയാണ്. അതായത് കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ച് ഹീറ്റ് ചെയ്ത ഈ സൊല്യൂഷനിലേക്ക് നമ്മളൊരു പേപ്പർ ബോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂസ് പേപ്പറിൻ്റെ ഒരു ബോൾ അതിനകത്തോട്ട് ഇടുവാണെങ്കിൽ നമ്മൾ നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ച് ഹീറ്റ് ചെയ്ത സൊല്യൂഷനിലേക്ക് നമ്മൾ പേപ്പർ ബോൾ, നമ്മൾ ആസ് യൂഷ്വൽ ന്യൂസ് പേപ്പറാണ് ഉദ്ദേശിച്ചത്. ന്യൂസ് പേപ്പറിൻ്റെ ബോൾ ലാബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ന്യൂസ് പേപ്പർ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഒരു ചെറിയൊരു ബോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് നോക്കാം. അപ്പം ഇട്ട് നോക്കുന്ന സമയത്ത്, ന്യൂസ് പേപ്പർ ഇടുന്ന സമയത്ത് ഇതൊക്കെ എന്താണ്, സൊല്യൂഷൻ ബ്ലാക്കായി മാറുക ചെയ്യും. ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് സൊല്യൂഷൻ ബ്ലാക്കായി, അതായത് ആ കാർബൺ അതിനകത്തോട്ട് ആഡ് ആയെന്നുള്ളൂ. പക്ഷേ ഇഫ് നൈട്രേറ്റ് പ്രസൻറ്റ് ആണെങ്കിൽ ഡെൻസ് ബ്രൗൺ ഫ്യൂംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലേക്ക് നല്ല ബ്രൗൺ കളറുള്ള ഫ്യൂംസ് കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നൈട്രേറ്റ് പ്രസൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ച് ഹീറ്റ് ചെയ്ത സൊല്യൂഷനിലേക്ക് പേപ്പർ ബോൾ ഇടുമ്പോൾ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് പുറത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഐഡൻറ്റിഫൈഡ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നൈട്രേറ്റ് ഇല്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഒരേ ഒരു ആനിയോൺ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ, അത് സൾഫേറ്റ് ആണ്. നമുക്ക് നോക്കാം സൾഫേറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇനി ഇത് കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ച സൊല്യൂഷനാണ്. ഡയറക്റ്റ് ആയിട്ട് സിങ്കിലേക്ക് ഒഴിക്കാൻ പാടില്ല. കുറച്ച് ടൈം വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചിട്ട് വേണം അത് സിങ്കിലേക്ക് പോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ നെക്സ്റ്റ് we want to check whether it is a sulfate. നമ്മൾ എന്ത് ചെയ്യാം, ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ടിരുന്നു.
എന്നിട്ട് സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. സൾഫേറ്റിൻ്റെ ടെസ്റ്റിൽ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം. സോ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സൾഫേറ്റ് ഈസ് പ്രസൻറ്റ്. സോ നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുക. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുന്നു. കുറച്ച് നമ്മൾ തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. So white precipitate is formed. So we say that the given anion is a sulfate. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആനിയോൺ സൾഫേറ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. തന്നിരിക്കുന്ന സൾഫേറ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കാറ്റയോൺ ഐഡൻറ്റിഫിക്കേഷൻ. ഇനി ഇതിന് കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. സൾഫേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റും വരുന്നുണ്ട്. അത് പൊട്ടാസ്യം അയഡൈഡ് ഒഴിച്ചിട്ട് തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ നമ്മൾ സൾഫേറ്റ് കൺഫേം ചെയ്യും. അപ്പം ഏതൊരു ടെസ്റ്റിനും ആനയോൺസ് ഇപ്പം ഏതാണ് കിട്ടിയത് അത് ഐഡൻറ്റിഫിക്കേഷനും വേണം, കൺഫർമേറ്ററിയും വേണം. അതാണ് നമ്മുടെ പ്രൊസീജിയർ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ടെസ്റ്റ് ഫോർ കാറ്റയോൺസ് ആണ്. ടെസ്റ്റ് ഫോർ കാറ്റയോൺസിൽ നമുക്ക് കാറ്റയോൺസ് ഞാൻ പറഞ്ഞു, 0 ഗ്രൂപ്പ് കാറ്റയോൺ അമോണിയ ഉണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പ് കാറ്റയോൺ ലെഡ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിൽ ആരും തരുന്നില്ല, തേർഡ് ഗ്രൂപ്പ് അലൂമിനിയം ഉണ്ട്, ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക് ഉണ്ട്, ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയം ഉണ്ട്, സിക്സ്ത് ഗ്രൂപ്പ് മെഗ്നീഷ്യം. ഇത്രയും കാറ്റയോൺസ് നമുക്ക് തരുന്ന കാറ്റയോൺസ് ആണ്. ഇനി നമുക്ക് കാറ്റയോൺസിൻ്റെ അനാലിസിസിലേക്കാണ് പോകുന്നത്. സോ കാറ്റയോൺസിൻ്റെ അനാലിസിസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ബുക്ക് ഒന്ന് വാഷ് ചെയ്യാം. നെക്സ്റ്റ് അനാലിസിസ് ഫോർ കാറ്റയോൺസ്. ഫസ്റ്റ് പറഞ്ഞു അമോണിയ, 0 ഗ്രൂപ്പ് അമോണിയയുടെ ടെസ്റ്റാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന സോൾട്ട് സൊല്യൂഷൻ ആക്കാം. തന്നിരിക്കുന്ന സോൾട്ട് എല്ലാം ടെസ്റ്റ് ബുക്ക് തന്നെയാണ് ചെയ്യുന്നത് എക്സെപ്റ്റ് അസിറ്റേറ്റ് മാത്രം നമ്മൾ കുറച്ച് ക്ലാസ്സിൽ ചെയ്യും. ഇനി തന്നിരിക്കുന്ന സോൾട്ട് ടെസ്റ്റ് ബുക്കിൽ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ സോഡിയം കാർബണേറ്റ് Na2CO3 ആഡ് ചെയ്യാം. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യും. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ട് അല്ലേ? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്. ഇപ്പം ഇഫ് അമോണിയ ഇസ് പ്രസൻറ്റ് നോ സച്ച് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അതായത് പ്രസിപ്പിറ്റേറ്റ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കും. 0 ഗ്രൂപ്പാണ് പ്രസിപ്പിറ്റേറ്റ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല, വെറും ആ ക്ലിയർ വാട്ടർ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതിങ്ങനെ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ദർ ഈസ് നോ 0 ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്, നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. അടുത്ത നമ്മൾ നോക്കേണ്ടത് ലെഡാണ്. സെക്കൻഡ് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരേ ഒരാളെ മാത്രമേ നമ്മൾ കാറ്റോണായിട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ, അത് ലെഡാണ്. അപ്പോൾ ലെഡിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ടെസ്റ്റ് ട്യൂബിലേക്ക് സോൾട്ട് എടുക്കുന്നു. ഡയലൂട്ട് HCl, ഏതിൻ്റെ ടെസ്റ്റാണ്? ലെഡിൻ്റെ ടെസ്റ്റ്. അപ്പോൾ സോൾട്ട് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഡയലൂട്ട് HCl, ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു നോക്കാം. ഒന്നും സംഭവിച്ചില്ല അല്ലേ? പ്യുവർ വൈറ്റ് കളറ്, വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് സൊല്യൂഷൻ തന്നെയാണുള്ളത്. നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ. അപ്പോൾ എന്താ ഇതിനകത്ത് എന്തില്ല? ലെഡില്ല. ലെഡ് ഉണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുമായിരുന്നു. ഡയലൂട്ട് HCl ഒഴിക്കുമ്പോൾ ഇഫ് ലെഡ് ഈസ് പ്രസൻറ്റ് നമ്മൾ അമോണിയയ്ക്ക് കണ്ട പോലെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഗ്രൂപ്പ് 1 പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ലെഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ക്ലിയർ സൊല്യൂഷനെ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് 2 ആരെയും തരുന്നില്ല. നെക്സ്റ്റ് ഗ്രൂപ്പ് 3 വരുന്ന ആളാണ് അലൂമിനിയം. ഇനി അലൂമിനിയത്തിൻ്റെ ടെസ്റ്റാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്.
അലൂമിനിയത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സോൾട്ട് സൊല്യൂഷനിലേക്ക് സോൾട്ട് ഫസ്റ്റ് നമ്മൾ സൊല്യൂഷൻ ആക്കും. അതായത് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻ ആക്കും. അപ്പോൾ തന്നിരിക്കുന്ന സോൾട്ട് എടുക്കുന്നു. സോൾട്ട് സൊല്യൂഷൻ ആക്കും. തന്നിരിക്കുന്ന സോൾട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ നന്നായി സോൾട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കണേ. ടെസ്റ്റ് കിട്ടാൻ വേണ്ടി സൊല്യൂട്ടൊന്നും അതിനകത്ത് കിടക്കാൻ വേണ്ട, നല്ല സൊല്യൂഷൻ ആയിരിക്കും. ഇനി തന്നിരിക്കുന്ന സോൾട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്ത് നോക്കാം. വാട്ട് ഹാപ്പൻസ് നോക്കാം നമുക്ക്. അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്. This is ammonium chloride. This is ammonium hydroxide. അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്ത് നോക്കാം. അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് കാര്യമായിട്ട് റിയാക്ഷൻസ് ഒന്നും കാണുന്നില്ല. സോ ആബ്സെൻസ് ഓഫ് അലൂമിനിയം ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് 3 ആബ്സെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഗ്രൂപ്പ് 4 നമ്മളെ സിങ്കാണ്. അപ്പം സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിനെ സൊല്യൂഷൻ ആക്കിയിട്ട് അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യുന്ന സാധാരണ കിപ്സ് അപ്പാരറ്റസിലാണ്. അപ്പം ഇന്ന് നമ്മുടെ ലാബിലൊക്കെ കിപ്സ് അപ്പാരറ്റസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് പകരം നമ്മൾ സോഡിയം സൾഫൈഡ്, ഈ കിപ്സ് അപ്പാരറ്റസിലുള്ള സ്കൂളുകൾക്ക് കിപ്സ് അപ്പാരറ്റസ് വഴി H2S തന്നെ പാസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് കിപ്സ് അപ്പാരറ്റസ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ സോഡിയം സൾഫൈഡ് Na2S ആണ്. Na2Sൻ്റെ സൊല്യൂഷൻ നമുക്ക് അവൈലബിൾ ആണ്. ആ സൊല്യൂഷനാണ് നമ്മൾ സിങ്കിൻ്റെ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. H2S ആണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. പക്ഷേ H2S അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ സോഡിയം സൾഫൈഡ് പാസ് ചെയ്യുന്നു. അത് സോഡിയം സൾഫൈഡ് സൊല്യൂഷൻ ഒഴിക്കുന്നു. ഇതാണ് നെക്സ്റ്റ്. തന്നിരിക്കുന്ന സോൾട്ട് എടുക്കുന്നു. സോൾട്ട് എടുക്കുന്നു. അതിലേക്ക് നമുക്ക് അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് സോഡിയം സൾഫൈഡ്. White precipitate is formed. It is ammonium chloride, ammonium hydroxide, sodium sulfide. തന്നിരിക്കുന്ന സോൾട്ട് എടുക്കുന്നു. സോൾട്ട് എടുക്കുന്നു. അതിലേക്ക് നമുക്ക് അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് സോഡിയം സൾഫൈഡ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കാണുന്നുണ്ടോ? ഒഴിക്കുമ്പോൾ വരുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒഴിക്കുന്ന സമയത്ത് സിങ്കിൻ്റെ പ്രസൻസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് താഴെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ? White precipitate is formed. It is
അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം സൾഫൈഡ്. H2S ഉള്ളവർക്ക് H2S പാസ് ചെയ്യാം. വൈറ്റ് precipitate is obtained at the bottom of the test. അപ്പോൾ നമ്മൾ അമോണിയം ക്ലോറൈഡ് സിങ്കിൻ്റെ ടെസ്റ്റ് ഗ്രൂപ്പ് 4 സിങ്ക്. അപ്പോൾ സിങ്കിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമോണിയം ക്ലോറൈഡ് തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, Na2S, H2S ഉള്ളവർക്ക് H2S ഇല്ലെങ്കിൽ Na2S പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വൈറ്റ് precipitate കിട്ടും. അപ്പോൾ നമുക്കിവിടെ വൈറ്റ് precipitate കിട്ടിയിട്ടുണ്ട്. സോ ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ ദ ആനയോൺ ആസ് സിങ്ക്. നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിലെ കാറ്റയോൺ എന്ന് പറയുന്നത് സിങ്ക് ആണ്, അല്ലെ ഗ്രൂപ്പ് 4 കാറ്റയോൺ സിങ്ക് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആനയോൺ എന്ന് പറയുന്നത് സൾഫേറ്റ് കിട്ടി, കാറ്റയോൺ എന്ന് പറയുന്നത് സിങ്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇനി സിങ്കിൻ്റെ കൺഫർമേറ്ററി ചെയ്യണം. അപ്പം സിങ്കിൻ്റെ കൺഫർമേറ്ററി ചെയ്യാനായിട്ട് നമ്മൾ സിങ്കിൻ്റെ കൺഫർമേറ്ററിയാണ് അടുത്ത് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ സിങ്കിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സിങ്കിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, ദിസ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആഡ് ചെയ്യുന്നു. എ തിക്ക് വൈറ്റ് precipitate ഫോം ചെയ്താൽ ദറ്റ് ഈസ്, ഇനി നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എക്സസ് ആഡ് ചെയ്താൽ ആ വൈറ്റ് precipitate കൂടി വരും. അപ്പോൾ ഒരു NaOH ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് precipitate വന്നാൽ പ്രസൻസ് ഓഫ് സിങ്ക് ഐഡൻറ്റിഫൈഡ്. ഇനി കൺഫർമേറ്ററി ടെസ്റ്റ് അഗെയിൻ വൺ മോർ ഉണ്ട്. അത് നമ്മുടെ ആഷ് ടെസ്റ്റാണ്. നന്നായിട്ട് സിങ്ക്, മെഗ്നീഷ്യം, അലൂമിനിയം ഈ 3 എണ്ണത്തിനെയും നമുക്ക് ഗ്രൂപ്പ് റിയേജൻസ് ഏകദേശം സെയിം ആണ്. അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ കറക്റ്റ് കൺഫർമേഷൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ആഷ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് തന്നിരിക്കുന്ന സോൾട്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. അതിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ്, സൾഫ്യൂരിക് ആസിഡ് അല്ല, നൈട്രിക് ആസിഡ്. അപ്പോൾ നമ്മൾ ടോങ്സ് യൂസ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് ആണ്. ഫ്യൂ ഡ്രോപ്സ് മതി. ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. Few drops of concentrated nitric acid and cobalt nitrate solution. ഇതാണ് cobalt nitrate. അപ്പോൾ few drops of concentrated nitric acid and cobalt nitrate is added. സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് cobalt nitrateും nitric acidും ആഡ് ചെയ്ത് ജസ്റ്റ് സൊല്യൂഷൻ ഒന്ന് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിന് ശേഷം ഫിൽട്ടർ പേപ്പർ, നമ്മുടെ ഫിൽട്ടർ പേപ്പർ ഈ സൊല്യൂഷനിലേക്ക് മുക്കി. ഫിൽട്ടർ പേപ്പർ ഒക്കെ ലാബിലുണ്ടാവും. സൊല്യൂഷനിൽ മുക്കുക. സൊല്യൂഷനിലേക്ക് മുക്കി ഇതൊന്ന് ഹീറ്റ് ചെയ്യാം, കത്തിക്കുക. അതാണ് ഉദ്ദേശിച്ചത്. കത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടിഞ്ചിൽ നമുക്കൊരു ഗ്രീൻ കളർ ആഷ്, ഗ്രീൻ ടിൻറ്റഡ് ആഷ് ആണെങ്കിൽ green tinted ash, test for zinc confirmed, green tinted ash is formed. ഗ്രീൻ ടിഞ്ച് ആഷാണ് സിങ്ക് ആണെങ്കിൽ വരിക. ടിഞ്ചിൽ മാത്രമേ നമുക്ക് ആ ഗ്രീൻ കളർ പ്രസൻസ് മനസ്സിലാവുള്ളൂ.
green tinted ash. Green tinted ash is formed. So we say that the given cation is a zinc. അപ്പോൾ നമ്മൾ എന്ത് പറയും? ആ ഗിവൺ കാറ്റോണ് സിങ്ക് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയും. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടിയ ആനയോൺ സൾഫേറ്റ് ആണ്, തന്നിരിക്കുന്ന കാറ്റയോൺ സിങ്ക് ആണ്, നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് ഒരു ആനയോൺ ഒരു കാറ്റയോൺ, ദാറ്റ് ഈസ് സിങ്ക് സൾഫേറ്റ്. കാറ്റയോണിൻ്റെ പേര് ആദ്യം പറയും, ആനയോണിൻ്റെ പേര് രണ്ടാമത് പറയും. സോ ദ ഗിവൺ സോൾട്ട് ഈസ് സിങ്ക് സൾഫേറ്റ്. അടുത്ത് നമ്മൾ കാറ്റയോൺ നോക്കേണ്ടത് ബേരിയാണ്, ദാറ്റ് ഈസ് ഗ്രൂപ്പ് 5. അപ്പോൾ ഗ്രൂപ്പ് 4 വരെ കഴിഞ്ഞു, ഗ്രൂപ്പ് 5. ഗ്രൂപ്പ് 5 വരുന്ന ഒരേ ഒരാളാണ് ബേരിയം. ബേരിയം കാൽഷ്യം സ്ട്രോൺസ് ഉണ്ട്, പക്ഷേ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ബേരിയം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ബേരിയത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം കാർബണേറ്റ്, ഇതാണ് നമ്മുടെ റിയേജൻറ്റ്. അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം കാർബണേറ്റ്, ഈ 3 റിയേജൻസ് നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യാം. അപ്പം ഈ 3 റിയേജൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഗിവൺ സോൾട്ട് ഈസ് ബേരിയം. ബേരിയം ഐഡൻറ്റിഫൈഡ്. നമുക്ക് ഗിവൺ സോൾട്ട് ഈസ് ബേരിയം ഐഡൻറ്റിഫൈഡ്. ഇനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ബേരിയത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. ബേരിയം തന്നെയാണെന്ന് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് കുറച്ച് പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യാം. പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ടെസ്റ്റ് ട്യൂബിനകത്ത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ ദ ഗിവൺ സോൾട്ട് അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് 5 ബേരിയം കൺഫേംഡ്. ഗ്രൂപ്പ് 5 ബേരിയം കൺഫേംഡ് ആണെന്ന് പറയാം. ഇനി അടുത്തൊരു കൺഫർമേറ്ററി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഫ്ലെയിം ടെസ്റ്റ്. അത് നമുക്കറിയാം. ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്തു, വാച്ച് ഗ്ലാസ്സിനകത്ത് സോൾട്ട് എടുത്തു, കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്തു, ഫ്ലെയിമിനകത്തോട്ട് കാണിക്കുമ്പോൾ ആ നോൺ ലൂമിനസ്, ആ ബ്ലൂ കളർ ഫ്ലെയിമിലേക്കാണ് നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് കാണിക്കേണ്ടത്. അപ്പോൾ ആ നോൺ ലൂമിനസ് ഫ്ലെയിമിലേക്ക് നമ്മൾ ഗ്ലാസ് റോഡ് വെച്ച് ഈ പേസ്റ്റ് കാണിക്കുമ്പോൾ ഫ്ലെയിമിന് ഗ്രീൻ കളർ വന്നിട്ടുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് ബേരിയം കൺഫേംഡ്. അപ്പോൾ ബേരിയത്തിൻ്റെ ടെസ്റ്റ് 2 കൺഫർമേറ്ററി. ദെൻ ലാസ്റ്റ് നമ്മുടെ ഒരേ ഒരു ഗ്രൂപ്പും കൂടെ നമുക്ക് നോക്കാനുള്ളൂ, ദാറ്റ് ഈസ് ഗ്രൂപ്പ് 6 മെഗ്നീഷ്യം. ഗ്രൂപ്പ് 6 മെഗ്നീഷ്യം. അതിലേക്ക് നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് റിയേജൻസായ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആണ് മൂന്നാമത്തെ റിയേജൻ്റായിട്ട് വരുന്നത്. അവിടെയും എന്താണ് പ്രസിപ്പിറ്റേറ്റ്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. മെഗ്നീഷ്യം പ്രസൻ്റ് ആയ ഒരു സോൾട്ടിലേക്ക് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ കാറ്റയോൺ ആസ് മെഗ്നീഷ്യം. കൺഫേം ആയോ? കൺഫേം ആയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺഫർമേറ്ററി ചെയ്യണം. ഈ കൺഫർമേറ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് മെഗ്നീഷ്യത്തിൻ്റെ കൺഫർമേറ്ററി ചെയ്യാൻ ഒന്ന് ആഷ് ടെസ്റ്റ് തന്നെയാണ്. നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ. തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റും ഒഴിച്ചൊന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം ഫിൽട്ടർ പേപ്പർ മുക്കി കത്തിക്കുന്ന സമയത്ത് പിങ്ക് കളർ, സിങ്ക് ആയിരുന്നപ്പോൾ ഗ്രീൻ ടിൻറ്റഡ് ആഷ് ആയിരുന്നു, മെഗ്നീഷ്യം ആണെങ്കിൽ പിങ്ക് ടിൻറ്റഡ് ആഷ് ഒബ്റ്റെയിൻ ചെയ്യും. പിങ്ക് ടിൻറ്റഡ് ആഷ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കാറ്റയോൺ മെഗ്നീഷ്യം ഇസ് കൺഫേംഡ്. കാറ്റയോൺ മെഗ്നീഷ്യം കൺഫേംഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട് മെഗ്നീഷ്യത്തിന്, മാഗ്നസോൺ റിയേജൻ ടെസ്റ്റ് എന്നറിയപ്പെടും. അതായത് തന്നിരിക്കുന്ന സോൾട്ട് മെഗ്നീഷ്യം ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് മാഗ്നസോൺ റിയേജൻറ്റും എക്സസ് ഓഫ് NaOH ആഡ് ചെയ്യാം. നല്ലപോലെ NaOH കുറച്ചധികം ആഡ് ചെയ്യണം. മാഗ്നസോൺ റിയേജൻറ്റും NaOH ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ പ്രസിപ്പിറ്റേറ്റ്, ഒരു നേവി ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ഒക്കെയാണ് കിട്ടുക. ഒരു ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? മെഗ്നീഷ്യം കൺഫേംഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഈസ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലെ വോളിയോമെട്രിക് അനാലിസിസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താ? തന്നിരിക്കുന്ന സബ്സ്റ്റൻസിലെ എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെ അത് എത്ര ക്വാണ്ടിറ്റിയിലാണ് അതിൽ പ്രസൻറ്റ്, അല്ലെ ആ സൊല്യൂഷനിൽ അതിൻ്റെ ക്വാണ്ടിറ്റി, സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതാണ് നമ്മൾ വോളിയോമെട്രിക് ടൈട്രേഷൻ മുഖാന്തരം അല്ലെങ്കിൽ വോളിയോമെട്രിക് ടൈട്രേഷൻ വഴി നമ്മൾ കണ്ടെത്തുന്നത് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നാണ് പറയുന്നത്. പിന്നെ കോമൺലി ടൈട്രേഷൻ മെത്തേഡാണ്. അതുകൊണ്ട് നമ്മളിതിനെ ടൈട്രേഷൻ, വോളിയോമെട്രിക് ടൈട്രേഷൻ, വോളിയമാണ് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് വോളിയോമെട്രിക് ടൈട്രേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വോളിയോമെട്രിക് ടൈട്രേഷൻ മെയിൻലി ഓഫ് 6 ആണ് നമുക്ക്
+2 ലെവലിൽ 6 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. ആസിഡിമെട്രി 2, ആൽക്കലിമെട്രി 2, പെർമാഗ്നോമെട്രി 2. ഈ 3 ടൈപ്പിലാണ് നമ്മൾ വോളിമെട്രിക് അനാലിസിസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആസിഡിമെട്രി 2 എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആസിഡിമെട്രി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അനാലിസിസ് നടത്തുന്നത് ഏതിനായിരിക്കും? ആസിഡിൻ്റെ ഫോം ആയിരിക്കും നമുക്ക് കിട്ടണ്ടേ, അല്ലെ? ആസിഡ് എത്രമാത്രം പ്രസൻ്റ് ആണ് എന്നുള്ളതായിരിക്കും നമ്മൾ ആസിഡിമെട്രിയിൽ ചെയ്യുന്നത്. അപ്പോൾ വോളിമെട്രിക് അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വേണ്ട കുറച്ച് അപ്പാരറ്റസാണ് ബ്യൂററ്റ്. ബ്യൂററ്റിൽ സാധാരണ നമ്മൾ എന്താ എടുക്കുന്നത്? ആസിഡാണ് എടുക്കുന്നത്. ആസിഡ് എപ്പോഴും നമ്മൾ ബ്യൂററ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ബ്യൂററ്റ്. ഇവിടെ ബ്യൂററ്റ് റീഡിങ് 0 to 50 മുകളിൽ നിന്ന് താഴോട്ടാണ് റീഡിങ് എടുക്കുമ്പോൾ ഒരിക്കലും മാറിപ്പോവരുത്. ഇവിടെയല്ല 0, മുകളിൽ നിന്ന് താഴോട്ടാണ് ബ്യൂററ്റ് റീഡിങ് വരുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത അപ്പാരറ്റസാണ് പിപ്പറ്റ്. ഇതാണ് പിപ്പറ്റ് നമ്മളെപ്പോഴും ബേസ്, നമ്മൾ സ്ട്രോ ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് പിപ്പറ്റിനും വരുന്നത്. പിപ്പറ്റ് എപ്പോഴും നമ്മളിങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാർക്കിംഗ് ഒക്കെ ഉണ്ട്, പിപ്പറ്റിൽ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ 20 ml ആണ് സാധാരണ ഏത് സൊല്യൂഷനും, ബേസാണ് നമ്മൾ സാധാരണ പിപ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് 20 ml ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരാളാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്നറിയപ്പെടും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. അപ്പോൾ നിങ്ങൾ ടൈട്രേഷന് വേണ്ടി ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ ബോട്ടിലുണ്ട്. സൊല്യൂഷൻ ബോട്ടിലിനകത്ത് 20 ml സൊല്യൂഷൻ പിപ്പറ്റ് ചെയ്ത് വെച്ചിരിക്കും. അത് എക്സ്റ്റേണൽ എക്സാമിനർ 20 ml സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ ബോട്ടിൽ പിപ്പറ്റ് ചെയ്ത് വെക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് ഫണൽ വെക്കുന്നു. ഇടയ്ക്ക് നമ്മളൊരു പേപ്പർ വെക്കുന്നതൊക്കെ നല്ലതാണ്, എയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ടൈറ്റായി നിൽക്കുമ്പോൾ ചിലപ്പോൾ സൊല്യൂഷൻ പുറത്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് സെറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ മുകളിൽ ഫണൽ വെച്ച് സെറ്റ് ചെയ്യാം. വളരെ കെയർഫുള്ളായിട്ട് ഒരു കയ്യിൽ ഗ്ലാസ് റോഡും മറ്റേ കയ്യിൽ സൊല്യൂഷൻ ബോട്ടിലും വെച്ച് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സൊല്യൂഷൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ പോലും പുറത്തേക്ക് പോകാൻ പാടില്ല, നമുക്ക് എറർ വരാൻ സാധ്യതയുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ സൊല്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേ കെയർ എടുത്ത് തന്നെ നമ്മൾ സൊല്യൂഷൻ 100 ml മേക്കപ്പ് ചെയ്യുന്നു. 100 ml ഇവിടെ മാർക്കുണ്ട്. നമുക്കറിയാം കളർലെസ് സൊല്യൂഷൻ ആണെങ്കിൽ ലോവർ മെനിസ്കസ് നമ്മൾ നോക്കണം, കളേർഡ് സൊല്യൂഷൻ ആണെങ്കിൽ അപ്പർ മെനിസ്കസ്. അങ്ങനെയാണ് നമ്മൾ ബ്യൂററ്റ് ഫില്ല് ചെയ്യേണ്ടതും സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഫില്ല് ചെയ്യേണ്ടതും പിപ്പറ്റ് ഫില്ല് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. നമുക്ക് തരുന്ന സൊല്യൂഷൻ പെർമാഗ്നോമെട്രിക് സൊല്യൂഷൻ ആണെങ്കിൽ മാത്രമേ പെർമാഗ്നേറ്റ് കളർ ഉള്ള സൊല്യൂഷൻ ഉള്ളൂ. ബാക്കി എല്ലാം കളർലെസ് സൊല്യൂഷനാണ് തരുന്നത്. അതുകൊണ്ട് ലോവർ മെനിസ്കസ് ഈ കറക്റ്റ് ഇവിടെ തട്ടുന്ന രീതിയിൽ, അതായത് നമ്മുടെ മാർക്കിൽ തട്ടുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്തോളാം, സൊല്യൂഷൻ മേക്കപ്പ് ചെയ്തോളാം. ഇനി സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലുള്ള സൊല്യൂഷൻ നമ്മളെപ്പോഴും 20 ml പിപ്പറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിപ്പറ്റ് ചെയ്ത് ഒഴിക്കുന്നത് ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്കാണ്. പിപ്പറ്റ് ചെയ്ത് ഒഴിക്കുന്നത് കോണിക്കൽ ഫ്ലാസ്കിലേക്കാണ്. പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം ടൈട്രേഷന് വേണ്ട ഒരേ ഒരാളാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. അത് സാധാരണ ആൽക്കലിമെട്രിയിലാണെങ്കിൽ നമ്മൾ ഫിനോഫ്തലീനാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കുന്നത്. ആസിഡിമെട്രിയിലാണെങ്കിൽ നമ്മൾ മീത്തൈൽ ഓറഞ്ചാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇനി KMNO4 സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആൽക്കലിമെട്രിക് ടൈട്രേഷൻ. അപ്പോൾ ആൽക്കലിമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത് NaOH വേഴ്സസ് HCl, അല്ലെങ്കിൽ NaOH വേഴ്സസ് H2SO4, അല്ലെങ്കിൽ Na2CO3 വേഴ്സസ് HCl ഓർ H2SO4. ഈ 4 എക്സ്പെരിമെൻറ്റ്സ് ആണ് ആൽക്കലിമെട്രിയിലുള്ളത്. അതേപോലെ തന്നെ ആസിഡിമെട്രിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആൽക്കലിമെട്രീൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ NaOH വേഴ്സസ് HCl ആണെങ്കിൽ നമ്മൾ ആ ബാലൻസ്ഡ് ഇക്വേഷൻ NaOH പ്ലസ് HCl ഗിവ്സ് NaCl പ്ലസ് H2O. ആ ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ നമ്മുടെ എക്സാം പേപ്പറിൽ എഴുതിയിരിക്കണം. NaOH പ്ലസ് HCl ഗിവ്സ് NaCl പ്ലസ് H2O. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ നമ്മൾ NaOH നമുക്ക് എന്തിന് തരും? നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി 20 ml സൊല്യൂഷൻ ബോട്ടിലിനകത്ത് NaOH എടുത്ത് വെച്ചിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? മേക്കപ്പ് ചെയ്യണം. 100 ml ആക്കി, വളരെ കെയർഫുള്ളാക്കി 100 ml ആക്കി മേക്കപ്പ് ചെയ്യുക. 100 ml ആക്കി മേക്കപ്പ് ചെയ്യുക. തന്നിരിക്കുന്ന ആസിഡ് കറക്റ്റായിട്ട് ബ്യൂററ്റ് ഫില്ല് ചെയ്യുക. തന്നിരിക്കുന്ന ആസിഡ് 0 to 50 വരെ ഫില്ല് ചെയ്തോളാം. 0 to 50 വരെ തന്നിരിക്കുന്ന ആസിഡ് ബ്യൂററ്റിൽ ഫില്ല് ചെയ്യാം. ദെൻ 20 ml ദ ഗിവൺ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലുള്ള ഗിവൺ സൊല്യൂഷൻ 20 ml പിപ്പറ്റ് ചെയ്യുന്നു.
കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുന്നു. 20 ml പിപ്പറ്റ് ചെയ്യുന്നു, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുന്നു. ഇനി നമ്മൾ ഏറ്റവും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സൊല്യൂഷനും നമ്മൾ റിൻസ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കോണിക്കൽ ഫ്ലാസ്ക് അല്ല, ബ്യൂററ്റിൽ നമ്മൾ ആസിഡ് നിറയ്ക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആസിഡ് വെച്ച് ബ്യൂററ്റ് നന്നായി റിൻസ് ചെയ്യണം. ആദ്യം വാട്ടർ വെച്ച് നന്നായി വാഷ് ചെയ്യണം. അതിനുശേഷം ആസിഡ് കുറച്ചെടുക്കുക, നന്നായി റിൻസ് ചെയ്യുക, നോസിൽ ഓപ്പൺ ചെയ്യുക, കളയുക. അതാണ് റിൻസിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ബ്യൂററ്റ് റിൻസ് ചെയ്യണം. അതേപോലെ തന്നെ തന്നിരിക്കുന്ന സൊല്യൂഷൻ, അതായത് നമ്മൾ മേക്കപ്പ് ചെയ്ത 100 ml സൊല്യൂഷനിൽ കുറച്ച്, അത് ഒരുപാടൊന്നും എടുക്കരുത്, വളരെ കുറച്ച് പിപ്പറ്റ് ചെയ്യുക, ജസ്റ്റ് പിപ്പറ്റ് ഒന്ന് റിൻസ് ചെയ്യുക, ആ സൊല്യൂഷൻ കളയുക. അതിനുശേഷം മാത്രം 20 ml പിപ്പറ്റ് ചെയ്താൽ മതി. അങ്ങനെ വാഷിങ്ങും റിൻസിങ്ങും ഒക്കെ കഴിഞ്ഞ ശേഷം 20 ml പിപ്പറ്റ് ചെയ്യുന്നു. നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 20 ml ആഡ് ചെയ്യുന്നു. ഇനി ആൽക്കലിമെട്രീൻ്റെ പ്രത്യേകത അറിയാം. NaOH വേഴ്സസ് HCl ആണ്. അപ്പോൾ നമ്മൾ ഫിനോഫ്തലീനായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യേണ്ട ആൾ ഫിനോഫ്തലീനാണ്. ഫിനോഫ്തലീനാണ് ഇൻഡിക്കേറ്റർ. ഇതാണ് നമ്മുടെ ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ. അത് നമ്മൾ 20 ml പിപ്പറ്റ് ചെയ്ത സൊല്യൂഷനിലേക്ക്, 20 ml കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ചെയ്ത സൊല്യൂഷനിലേക്ക് 2 or 3 ഡ്രോപ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഒരു പിങ്ക് കളർ നമുക്ക് ഈ സൊല്യൂഷനിൽ ബേസിൽ ഒരു പിങ്ക് കളർ നമുക്ക് കിട്ടും. NaOHൽ ഒരു പിങ്ക് കളർ കിട്ടും. ആ പിങ്ക് കളർ നമ്മൾ എഗനസ്റ്റ് HCl വെച്ച് ടൈട്രേഷൻ ചെയ്യുന്നു. നന്നായി ഷെയ്ക്ക് ചെയ്യുന്നു. ഒരു 19 to 21 അതിനിടയ്ക്കാണ് സാധാരണ എല്ലാ ടൈട്രേഷൻ്റെ വാല്യൂസ് നമ്മൾ കിട്ടുന്നത്. കാരണം 40 mg ആണ് നമ്മൾ NaOH എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 90 to 21 റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടും? എൻ പോയിൻ്റ് കിട്ടും. ഇനി എൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന NaOHലേക്ക് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ പെയിൽ പിങ്ക് കളർ ഉണ്ടാവും. ജസ്റ്റ് ഡിസപ്പിയർ പെയിൽ പിങ്ക് കളർ. നമ്മൾ ആസിഡ് ഒഴിച്ച് വരുമ്പോൾ ഒരൊറ്റ ഡ്രോപ്പിൽ നമുക്ക് ആ പിങ്ക് കളർ ഇതിൽ നിന്ന് ഡിസപ്പിയർ ആവും. എൻ പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഡ്രോപ്പാണ്. ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളറ് ഡിസപ്പിയർ ആവും. അതാണ് എന്ത് സൊല്യൂഷൻ്റെ എൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആൽക്കലിമെട്രിക് ടൈട്രേഷൻ എന്ന് അറിയപ്പെടുന്നത്. ആൽക്കലിമെട്രിക് ടൈട്രേഷൻ, ആസിഡ് വേഴ്സസ് ആൽക്കലി. ഇനി നെക്സ്റ്റ് വൺ ഈസ് അസിഡിമെട്രി. അസിഡിമെട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് ആസിഡാണ്. അപ്പോൾ ആസിഡ് തരുന്ന ആസിഡിനെ നമ്മൾ 100 ml മേക്കപ്പ് ചെയ്യുന്നു. അത് HCl, H2SO4 ഏതെങ്കിലും വീക്ക് ആസിഡ്സ് ഒക്കെയാണ്. ആസിറ്റിക് ആസിഡ്, ആ വീക്ക് ആസിഡ്സാണ് നമുക്ക് തരുന്നത് സാധാരണ. അപ്പം അത് തന്നിരിക്കുന്ന ആസിഡ്, സൊല്യൂഷൻ ബോട്ടിൽ തന്നിരിക്കുന്ന ആസിഡ് 100 ml ആക്കി മേക്കപ്പ് ചെയ്യുന്നു. അന്നേരം നമ്മൾ ബ്യൂററ്റിൽ എടുക്കുന്നത് ബേസാണ്. ഇനി ബ്യൂററ്റിൽ ആസിഡ് തന്നെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ആസിഡ് 100 ml ആണ്. 2 ടൈട്രേഷനെ തികയുള്ളൂ. 2 ടൈട്രേഷനെ ഈ 100 ml എടുത്താൽ 50 അല്ലേ നമ്മുടെ ക്വാണ്ടിറ്റി, 50 ആണ് ബ്യൂററ്റിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ സാധാരണ ടൈട്രേഷനിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ആസിഡ് പിപ്പറ്റ് ചെയ്യാറാണ് പതിവ്. മീൻസ് അത് ഡയലൂട്ടഡ് ആസിഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. എങ്കിലും വീക്ക് ആസിഡ്സാണ് തരുന്നത്. അതുകൊണ്ട് തരുന്ന ആസിഡ് അത് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ചെയ്തോളാം. ബ്യൂററ്റിൽ എടുക്കാൻ പറഞ്ഞാൽ ബ്യൂററ്റിൽ എടുക്കുക. അതല്ല പിപ്പറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ പിപ്പറ്റ് ചെയ്യുക. അത് അപ് ടു അവർ എക്സ്റ്റേണൽ എക്സാമിനർ പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു, സൊല്യൂഷൻ മേക്കപ്പ് ചെയ്യുന്നു. നമ്മൾ തന്നിരിക്കുന്ന ആസിഡ് പിപ്പറ്റ് ചെയ്യുന്നു. ആസിഡ് 20 ml പിപ്പറ്റ് ചെയ്യുന്നു. നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത ബ്യൂററ്റ് റിൻസ് ചെയ്യാം. ഏത് വെച്ച് റിൻസ് ചെയ്യണം? ബേസ് വെച്ച് റിൻസ് ചെയ്യണം. ബേസ് വെച്ച് ബ്യൂററ്റ് നന്നായി റിൻസ് ചെയ്യുന്നു. റിൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ബേസ് ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുന്നു. ബേസ് ബ്യൂററ്റിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ നെക്സ്റ്റ് ഇതിലേക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അസിഡിമെട്രി ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്നത് മീഥൈൽ ഓറഞ്ചാണ്. ആസിഡിമെട്രി ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ചും ആൽക്കലിമെട്രി ഇൻഡിക്കേറ്റർ ഫിനോഫ്തലീനുമാണ്. ഇനി മീഥൈൽ ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഓൾറെഡി ഒരു യെല്ലോ ഓറഞ്ച് കളറിൽ തന്നെയാണ് ഉള്ളത്. ഒരു യെല്ലോ ഓറഞ്ച്, നമ്മുടെ വൈക്കോലിൻ്റെയൊക്കെ കളർ ഒരു യെല്ലോ കളറിലാണ് ഉള്ളത്. അതിനെ നമ്മൾ ടൈട്രേഷൻ ചെയ്ത് ഓറഞ്ച് റെഡ് കളറിലേക്ക് മാറ്റണം. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ആസിഡിമെട്രി ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ഒഴിക്കുമ്പോൾ ഉള്ള കളറും എൻ പോയിൻറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓറഞ്ച് റെഡാണ് എൻ പോയിൻറ്റ് കളർ എന്ന് പറയുന്നത്. ഒരു പെയിൽ യെല്ലോ കളറിന് ഓറഞ്ച് റെഡിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം ആ എൻ പോയിൻറ്റ് ആസിഡിമെട്രി ചെയ്യുമ്പോഴുള്ള എൻ പോയിൻറ്റ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ആസിഡിമെട്രിക് ടൈട്രേഷൻ എന്നറിയപ്പെടുന്നത്. പിന്നെ അടുത്തതാണ് പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ. പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ നമ്മൾ സാധാരണ KMnO4 വേഴ്സസ് മോസോൾട്ട് ആണ് ചെയ്യുന്നത്. പെർമാഗ്നോമെട്രിക് ടൈട്രേഷനിൽ അതാണ് നമ്മൾ
ചെയ്യാറ് സാധാരണ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് തന്നിരിക്കും, മോർ സാൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നിരിക്കും. അപ്പം തന്നിരിക്കുന്ന സൊല്യൂഷൻ ബോട്ടിലിനകത്ത് മോർ സാൾട്ട് ഉണ്ടാവും. മോർ സാൾട്ട് നമ്മൾ 100 ml ആക്കി മേക്കപ്പ് ചെയ്യുക. 100 ml ആക്കി മേക്കപ്പ് ചെയ്യുക, അത് മാറ്റി വയ്ക്കുക. ഇനി KMnO4 ആണ് നമ്മൾ എന്തിലെടുക്കുന്നത്, ബ്യൂററ്റിലെടുക്കുന്നത്. നമുക്കറിയാം KMnO4 പർപ്പിൾ കളേർഡ് സൊല്യൂഷനാണ്. അപ്പം ഈ പർപ്പിൾ കളേർഡ് സൊല്യൂഷൻ 50 ml എടുക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ലോവർ അപ്പർ എന്ന് പറയുന്ന മെനിസ്കസ് ഒന്നും നോക്കാൻ കഴിയില്ല, കളേർഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് അപ്പർ മെനിസ്കസ് 0യിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ബ്യൂററ്റ് ഫില്ല് ചെയ്യുക, ബ്യൂററ്റ് വയ്ക്കുക. പിന്നെ ഇവിടെ KMnO4 സെൽഫ് ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് മോർ സാൾട്ടിൽ വേറെ ഇൻഡിക്കേറ്റർ ഒന്നും ആഡ് ചെയ്യേണ്ട. ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് കളർലെസ് ആണല്ലോ. മോർ സാൾട്ട് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലുള്ള മോർ സാൾട്ട് കളർലെസ് ആണ്. അപ്പോൾ ആ കളർലെസ് സൊല്യൂഷൻ നമ്മൾ KMnO4 വേഴ്സസ് ടൈട്രേഷൻ നടത്തുന്ന സമയത്ത് എൻഡ് പോയിന്റിൽ KMnO4ൻ്റെ ആ ഒരു വയലറ്റ് കളറ് നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരൊറ്റ ഡ്രോപ്പിൽ നമുക്ക് ആ വയലറ്റ് കളർ ഇവിടെ പ്രസൻസ് കാണാനായിട്ട് പറ്റും. മോർ സോൾട്ടിലേക്ക് ജസ്റ്റ് 1 ഡ്രോപ്പ് KMnO4 ആഡ് ചെയ്യുമ്പോൾ ആ കളർ ഇതിലേക്ക് നമുക്ക് പർപ്പിൾ കളർ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒറ്റ ഡ്രോപ്പിൽ നമുക്ക് ആ എൻഡ് പോയിന്റ് കിട്ടും. ദറ്റ് ഈസ് ദ എൻഡ് പോയിന്റ് ഓഫ് പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ. അപ്പോൾ നമ്മൾ സോൾട്ട് അനാലിസിസും കഴിഞ്ഞു, വോളിമെട്രിക് ടൈട്രേഷൻസും കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം സോൾട്ട് അനാലിസിസിന് നമുക്ക് 3 columns ആണ്. അപ്പോൾ സോൾട്ട് അനാലിസിസിൽ 3 columnsൽ ഫസ്റ്റ് നമ്മൾ എഴുതും പ്രിലിമിനറി അനാലിസിസ്. അപ്പോൾ 3 columnsൽ ഫസ്റ്റ് പ്രിലിമിനറി അനാലിസിസ്. ഇനി ഈ 3 columns എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്താണ് കിട്ടിയത്, എന്താണ് നമ്മുടെ ഒബ്സർവേഷൻ, പിന്നെ പ്രസൻസ് ഓർ ആബ്സെൻസ്, ഇത്രയാണ് നമ്മുടെ 3 column വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിലിമിനറി അനാലിസിസിൽ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതുക, പ്രിലിമിനറി അനാലിസിസിൽ ഫസ്റ്റ് നമ്മൾ കളർ ആൻഡ് അപ്പിയറൻസ് നോക്കുന്നു. അപ്പോൾ ഏകദേശം സോൾട്ടുകളും കളർലെസ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത് എഴുതും ഒബ്സർവേഷൻ കോളത്തിൽ എഴുതും നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ. പിന്നെ കളേർഡ് സോൾട്ട് എന്ന് പറയുന്നത് കോപ്പർ മാംഗനീസ് ഒക്കെയാണ്, ആബ്സെൻസ് ഓഫ് കോപ്പർ ആൻഡ് മാംഗനീസ്. പിന്നെ നെക്സ്റ്റ് ആഷ് ടെസ്റ്റ് നമുക്കറിയാം എന്താ, ലിറ്റിൽ ഓഫ് ദി salt is mixed with concentrated HNO3 and cobalt nitrate. That it is heated and a filter paper dipped in this is shown into the non-luminous flame. അപ്പോൾ അതിലെന്തെങ്കിലും ഒബ്സർവേഷൻ, ഇപ്പോൾ ഗ്രീൻ ടിൻറ്റഡ് ആഷ്, പിങ്ക് ടിൻറ്റഡ് ആഷ്, ബ്ലൂ ടിൻറ്റഡ് ആഷ്, അങ്ങനെ ഏതെങ്കിലും ആഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം മേ ബി ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻസ് അലൂമിനിയം, സിങ്ക് ഓർ മഗ്നീഷ്യം, ഇതിലേതെങ്കിലും ഉണ്ടെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ അടുത്ത പ്രിലിമിനറിയിൽ വരുന്ന ഒരാളാണ് ഫ്ലെയിം ടെസ്റ്റ്. ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ചെയ്ത് കാണിച്ചതാണ്. കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിക്കുക, പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, നോൺ ലൂമിനസ് ഫ്ലെയിമിൽ കാണിക്കുക. ഇപ്പോൾ ബേരിയം ആണെങ്കിൽ എന്ത് കിട്ടും, ഗ്രീൻ കളേർഡ് ഫ്ലെയിം കിട്ടും. ഗ്രീൻ കളേർഡ് ഫ്ലെയിം ആണെങ്കിൽ അത് ബേരിയമാണെന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്ന ഐഡൻറ്റിഫിക്കേഷൻ അതേ വഴിക്ക് തന്നെ ടെസ്റ്റ് ഫോർ കാർബണേറ്റ്, ടെസ്റ്റ് ഫോർ അസറ്റേറ്റ്, ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്, ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്, ടെസ്റ്റ് ഫോർ സൾഫേറ്റ്. അത് നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് എവിടെയാണോ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്, ഇപ്പം നമുക്ക് ഫസ്റ്റ് കാർബണേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്തു, HCl ഒഴിച്ചു, നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. സെക്കൻഡ് H2SO4 ഒഴിക്കുന്നു, റബ്ബ് ചെയ്യുന്നു, മണത്ത് നോക്കുന്നു, അസറ്റേറ്റിൻ്റെ മണം അല്ലെങ്കിൽ വിനാഗിരിയുടെ മണം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വരെ എഴുതിയാൽ മതി. എന്തെഴുതുക, പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഐഡൻറ്റിഫൈഡ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എഴുതേണ്ട എന്താ, കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ അസറ്റേറ്റ്, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്, അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അതിൻ്റെ തൊട്ട് താഴെ എഴുതിക്കൊള്ളുക. ഇനി അസറ്റേറ്റ് ഇല്ല, നൈട്രേറ്റോ ക്ലോറൈഡോ ആണുള്ളതെങ്കിൽ അടുത്ത ടെസ്റ്റിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ അസറ്റേറ്റ് കഴിഞ്ഞു, നൈട്രേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ്. അപ്പം ഏതാണോ കിട്ടുന്നത്, എവിടെയാണോ പോസിറ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളാം. അതിന് കൺഫർമേറ്ററി ചെയ്ത് നോക്കുക, കൺഫർമേഷൻ എഴുതിക്കൊള്ളാം. അത്രയാണ് ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേറ്ററി ഫോർ ആനയോൺ. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാറ്റയോൺ നമുക്ക് 3 columnsൽ ഫസ്റ്റ് കോളത്തിൽ അനാലിസിസ് ഫോർ 0 ഗ്രൂപ്പ് അമോണിയയുടെ ടെസ്റ്റ് ചെയ്താൽ അമോണിയ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് കോളത്തിൽ പ്രസൻസ് ഓഫ് അമോണിയ ഐഡൻറ്റിഫൈഡ്, കൺഫർമേറ്ററി എഴുതുക. ദെൻ എഗെയിൻ ഗ്രൂപ്പ് 1 ഉണ്ടോ നോക്കുക, ലെഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടോ നോക്കുക. അപ്പം ലെഡ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് ലെഡ് ഐഡൻറ്റിഫൈഡ്, 2 കൺഫർമേറ്ററി എഴുതിക്കോളാം. ആ ഒരു രീതിയിൽ തന്നെ 3 columns വെച്ചിട്ട് തന്നെ എഴുതിയാൽ മതി. എവിടെയാണോ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, കൺഫർമേറ്ററി ചെയ്തോളാം. അനാലിസിസ് ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്. പിന്നെ വോളിമെട്രിക് കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിരിക്കും വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട്, ഇത്ര വെയിറ്റിലാണ് സൊല്യൂട്ട് തന്നതെന്ന് കിട്ടിയിരിക്കും. പിന്നെ നിങ്ങൾ ആകെ പഠിക്കേണ്ടത്
HCl ഇക്വലന്റ് മാസ് പഠിക്കണം, H2SO4 ഇക്വലന്റ് മാസ്, Na2CO3 ഇക്വലന്റ് മാസ്, NaOH, പെർമാംഗനേറ്റ് KMnO4 ഇക്വലന്റ് മാസ്, മോസോൾട്ടിൻ്റെ ഇക്വലന്റ് മാസ്. ഈ ഇക്വലന്റ് മാസ് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് തന്നിരിക്കും. അവിടെ വെച്ച് നമ്മൾ ഏതിൻ്റെയാണോ നോർമാലിറ്റി കണ്ടത്, നോർമാലിറ്റി N1V1 = N2V2 ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, നോർമാലിറ്റി ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട് കണ്ടുപിടിക്കും. ഇത്രയാണ് നമ്മൾ കാൽക്കുലേഷൻ വരുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്ത് 40 ഔട്ട് ഓഫ് 40 വാങ്ങിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഹലോ ചിൽഡ്രൻ, നമ്മളിന്ന് നിങ്ങളുടെ ഹയർ സെക്കൻഡറി കെമിസ്ട്രി പ്രാക്ടിക്കൽസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഡെമോൺസ്ട്രേഷനും. അപ്പോൾ കെമിസ്ട്രി പ്രാക്ടിക്കൽസിന് മെയിനായിട്ട് നിങ്ങൾക്ക് 2 എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാനുണ്ടാവുക. ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ വോളിയോമെട്രിക് അനാലിസിസ് ആണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറ്. പിന്നെ വരുന്ന സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്, ഒരു ഇനോർഗാനിക് സോൾട്ട് അനലൈസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വെച്ചിട്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പല ടൈപ്പ് ഉണ്ടാവാം. വോളിയോമെട്രിക് അനാലിസിസ്, ഗ്രാവിമെട്രിക് അനാലിസിസ്, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരിക ഇതിലെ വോളിയോമെട്രിക് അനാലിസിസ് ആണ്. ഇനി വോളിയോമെട്രിക് അനാലിസിസ് തന്നെ ആൽക്കലിമെട്രി ഉണ്ട്, അസിഡിമെട്രി ഉണ്ട്, പെർമാംഗനോമെട്രി, അയഡോമെട്രി, ഡൈക്രോമെട്രി, ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ എക്സാമിന് യൂഷ്വലി ചോദിക്കാറ് ആസിഡിമെട്രിയോ അല്ലെങ്കിൽ ആൽക്കലിമെട്രിയാണ്. നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അസിഡിമെട്രിയാണ്. എന്താണ് ആസിഡിമെട്രി? ആസിഡിമെട്രിയിൽ ആസിഡ്, ഒരു സ്റ്റാൻഡേർഡ് ആസിഡ് തന്നിട്ട് നിങ്ങളോട് ഒരു ബേസിൻ്റെ കോൺസെൻട്രേഷൻ, ആ തന്ന സൊല്യൂഷനിലെ ബേസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറയും. വോളിയോമെട്രിക് അനാലിസിസ് യൂസ് ചെയ്തിട്ട് ബേസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ബ്യൂററ്റിൽ നോർമലി ആസിഡിമെട്രിയിലും ആൽക്കലിമെട്രിയിലും നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആസിഡാണ്. ഇവിടെ നിങ്ങൾക്ക് HCl ആണ് തന്നിട്ടുള്ളത്. HCl സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്, സ്റ്റാൻഡേർഡ് ആസിഡാണ്. അപ്പോൾ നമ്മൾ ബ്യൂററ്റിൽ ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് ആസിഡാണ്. ഓക്കെ, അപ്പോൾ ബ്യൂററ്റിന് നോബ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് വാട്ടർ കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം ആസിഡ് കൊണ്ട്, തന്നിട്ടുള്ള ആസിഡ് കൊണ്ട് റിൻസ് ചെയ്യുക. അതിനുശേഷം ബ്യൂററ്റിൽ ആസിഡ് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് 50 ml ബ്യൂററ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ വരെയുള്ള വോളിയം 50 ml ആണ്. പിന്നെ നിങ്ങൾ ബ്യൂററ്റ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നാരോ പോർഷനിലും കൂടി ആസിഡ് ആണെങ്കിൽ ആസിഡ് ഫില്ല് ചെയ്യണം. ബ്യൂററ്റ് ഫില്ല് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കൂടി ആസിഡ് ഫില്ലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്ന് നോബ് തുറന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എയർ ബബിൾ ഉണ്ടാവാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇനി അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്, ഇതൊരു കളർലെസ് സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ലോവർ മെനിസ്കസ് 0 വരണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക. ഈ 0 വരുമ്പോൾ അത് 0 ml കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലെ വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ എപ്പോൾ നിങ്ങൾ വോളിയം ചെക്ക് ചെയ്യുമ്പോഴും നേരെ നിങ്ങളുടെ കണ്ണിന് നേരെ പിടിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ വാല്യൂസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 0 ml കറക്റ്റായിട്ട് ലോവർ മെനിസ്കസ് വന്നു. ബ്യൂററ്റ് ഫില്ല് ചെയ്തു. ബ്യൂററ്റിൽ ഫില്ല് ചെയ്തത് ആസിഡാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ആസിഡ് HCl. ഇനി ഈ സൊല്യൂഷനാണ്, ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഇത് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുള്ള 20 ml ആദ്യം നിങ്ങൾ 100 ml മേക്കപ്പ് ചെയ്യണം. 20 ml ബേസിനെ, അതായത് NaOH ആണ് ഇവിടെ തന്ന ബേസ്, അതിനെ 100 ml മേക്കപ്പ് ചെയ്യണം. അപ്പോൾ 100 ml മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് തന്നിരിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ഫണൽ വേണം, പിന്നെ ഒരു ഗ്ലാസ് റോഡും. ഇനി മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഗ്ലാസ് റോഡ് ചരിച്ച് പിടിച്ചിട്ട് ഫണലിലേക്ക് ആക്കിയിട്ട് ചരിച്ച് പിടിച്ചിട്ട് ഈ സൊല്യൂഷൻ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ട, അതായത് ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാദ്യം 100 ml മേക്കപ്പ് ചെയ്യാം. പുറത്തോട്ട് സൊല്യൂഷൻ ആവാതെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കോൺസെൻട്രേഷനിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വെള്ളം വെച്ചിട്ട് വാട്ടർ വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് 100 ml ആക്കുക. അത് ഈ ബോട്ടിൽ വാഷ് ചെയ്തിട്ട് അതേ ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒരു 10 ml 5 ml വാട്ടർ യൂസ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഇതേ ബോട്ടിൽ നിങ്ങൾ റിൻസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിക്കണം. പിന്നെ ആ ഗ്ലാസ് റോഡ് ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ ഫണലിൻ്റെ സൈഡും ഇനി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന് ഇവിടെ ഒരു വര കാണാം. അതാണ് അതിൽ 100 ml എന്ന അളവിന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഫില്ല് ചെയ്താൽ ഇത് 100 ml ആയി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക, ഡൈല്യൂട്ട് ചെയ്യാം. ഇവിടെ ആ ലോവർ മെനിസ്കസ് ആ ഒരു ലൈനിൻ്റെ മുകളിൽ വരുമ്പോഴാണ്, ഒരു വരേൻ്റെ മുകളിൽ വരുമ്പോഴാണ് നമ്മൾ 100 ml കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറയാൻ പറ്റുക. ഓക്കെ, 100 ml ആയി. നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക. മാക്സിമം അയോൺസ് മിക്സ് ചെയ്തിട്ട് ഒരു യൂണിഫോം കോൺസെൻട്രേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പിപ്പറ്റ് ചെയ്യാൻ പോകുന്ന സൊല്യൂഷൻ NaOH സൊല്യൂഷനാണ്. അപ്പോൾ ആസിഡ് ബേസ് ടൈട്രേഷൻ ചെയ്യുന്നത് HCl സ്ട്രോങ് ആസിഡ്, NaOH സ്ട്രോങ് ബേസ്. അപ്പോൾ ആസിഡ് നമ്മൾ ഫില്ല് ചെയ്തത് ബ്യൂററ്റ്. ഇനി പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് 20 ml NaOH നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ചെയ്യാൻ പോവുകയാണ്. പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് ഇത് 20 ml പിപ്പറ്റാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിൽ എത്ര എമൗണ്ട് ആൽക്കലി ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് കാണാം. ഇതിൽ 20 ml പിപ്പറ്റാണ്. അതുപോലെ ഇത് 27 ഡിഗ്രി സെൽഷ്യസിലാണ് കാലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പിപ്പറ്റ് ഇവിടെ ഈ ഭാഗത്ത് നിങ്ങളെ കൈകൊണ്ട് പിടിക്കാൻ പാടില്ല. അപ്പം അതിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകും, വോളിയം വേരി ചെയ്യും. ഈ പോർഷനിൽ മാത്രമേ പിപ്പറ്റ് പിടിക്കാൻ പാടുള്ളൂ.
അപ്പോൾ 20 ml പിപ്പറ്റാണ്. 20 ml പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 20 ml എണ്ണ ഒഴിച്ച് പിപ്പറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇത് വാട്ടർ കൊണ്ട് വാഷ് ചെയ്ത് വെച്ച പിപ്പറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച എണ്ണയൊഴിച്ച് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഏതാണോ പിപ്പറ്റ് ചെയ്യേണ്ടത് ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് പിപ്പറ്റിനെ റിൻസ് ചെയ്യണം. റിൻസ് ചെയ്ത് സൊല്യൂഷൻ ഒരിക്കലും തിരിച്ച് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ പാടില്ല. ക്ലീൻ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 20 ml എണ്ണ ഒഴിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ഈ ടൈട്രേഷനിൽ നിങ്ങൾക്ക് എൻഡ് പോയിന്റ് അറിയാൻ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. HCl സ്ട്രോങ് ആസിഡ് ആണ്, NaOH സ്ട്രോങ് ബേസ് ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിൻ ആണ്. ഫിനോഫ്തലിൻ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടത് 1 ഡ്രോപ്പോ 1-2 ഡ്രോപ്പ് ഫിനോഫ്തലിൻ മതിയോ. ഓക്കെ, ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്ററിന് ബേസിൽ പിങ്ക് കളറും ആസിഡിൽ കളറില്ല, അതുപോലെ pH 7 ന്യൂട്രൽ സൊല്യൂഷനിലും കളറില്ല. ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്ററിന് ബേസിൽ പിങ്ക് കളറാണ്, ആസിഡിൽ കളറില്ല, ആസിഡിൽ കളറില്ല, pH 7 ന്യൂട്രൽ സൊല്യൂഷനിലും പ്യുവർ വാട്ടറിലും കളർ ഉണ്ടാവില്ല, കളർലെസ് ആണ്. അപ്പോൾ നമ്മുടെ എൻഡ് പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിങ്ക് കളർ ടു കളർലെസ്. അതാണ് ഈ ഒരു ആസിഡ് ബേസ് ടൈട്രേഷൻ്റെ എൻഡ് പോയിന്റ്, പിങ്ക് കളർ ടു കളർലെസ്. കോണിക്കൽ ഫ്ലാസ്കിലെ പിങ്ക് കളറുള്ള ഈ സൊല്യൂഷൻ കളർലെസ് ആയി മാറും എൻഡ് പോയിന്റിൽ. അതാണ് നമ്മുടെ ടൈറ്റർ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബ്യൂററ്റിലെ മീൻസ് ആസിഡിൻ്റെ അളവ് 0-ൽ തന്നെയാണോ എന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. കാരണം ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ബ്യൂററ്റിലെ ആസിഡിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അതൊന്നും കൂടി ചെക്ക് ചെയ്യുക 0-ലാണോ എന്നുള്ളത്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഏകദേശം കളർ ഫെയ്ഡായി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ വളരെ പതുക്കെ ആസിഡ് ഒഴിച്ചു കൊടുക്കുക. ഡ്രോപ്പ് വൈസ് അഡീഷൻ ആണ് ഏറ്റവും ബെറ്റർ. ഒരു ഡ്രോപ്പിൽ കംപ്ലീറ്റ് കളർ ഡിസപ്പിയർ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡ് പോയിന്റ്. അത്രയും ബേസിനെ നമ്മൾ 20 ml ബേസാണ് കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തത്. അതിലുള്ള OH മൈനസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇത്രയും അതായത് ഇവിടെ വരുന്ന ടൈറ്റർ വാല്യൂ 19.6 ആണ്. 19.6 ml HCl ആണ് ആവശ്യം. അതാണ് നമ്മുടെ ടൈറ്റർ വാല്യൂ. എൻഡ് പോയിന്റിൽ എത്ര ml ആണോ നമ്മൾ ബ്യൂററ്റിൽ കാണുന്നത് അതാണ് ടൈറ്റർ വാല്യൂ. ഇവിടെ 19.6. 20 ml NaOHനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടത് 19.6 HCl ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വോളിയോമെട്രിക് കാൽക്കുലേഷൻ്റെ അസിഡിമെട്രീൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ്. ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻ പാർട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഒബ്സർവേഷൻ കോൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ടൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടൈറ്റർ വാല്യൂ നോട്ട് ചെയ്യണം. അതുപോലെ ടൈട്രേഷൻ, ഞാനിപ്പോൾ ഒരു ടൈട്രേഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? കൺകോർഡൻറ്റ് വാല്യൂസിന് വേണ്ടിയിട്ട്. കൺകോർഡൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ടൈറ്റർ വാല്യൂ സെയിം ആവാം. അപ്പോൾ നമ്മൾ നേരത്തെ ടൈട്രേഷനിൽ നമുക്ക് ടൈറ്റർ വാല്യൂ 19.6 ml ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് 19.6 ml ടൈറ്റർ വാല്യൂ വരികയാണെങ്കിൽ നിങ്ങളത് കൺകോർഡൻറ്റ് വാല്യൂസ് ആണ്. നേരെ മറിച്ച് നെക്സ്റ്റ് ടൈട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 19.7 ml അല്ലെങ്കിൽ 20 ml ആണ് ടൈറ്റർ വാല്യൂ വരുന്നതെങ്കിൽ നിങ്ങളുടെ ടൈട്രേഷൻ കൺകോർഡൻ്റ് ആയിട്ടില്ല. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ഇതാണ് പോയിന്റ്. അഡ്ജസൻറ്റ് ടൈറ്റർ വാല്യൂസ് സെയിം ആവണം. അടുത്തടുത്ത് വരുന്ന ടൈറ്റർ വാല്യൂസ് സെയിം ആയാൽ മാത്രമേ അത് കൺകോർഡൻറ്റ് വാല്യൂസ് ആവുള്ളൂ. കൺകോർഡൻറ്റ് വാല്യൂസ് ആവുന്ന വരെ നിങ്ങൾ ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് കൺകോർഡൻറ്റ് വാല്യൂസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒബ്സർവേഷനും കാൽക്കുലേഷനും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷനാണ്. ഇവിടെ നിങ്ങൾ ചെയ്തത് ആസിഡ് ബേസ് ടൈട്രേഷൻ ആണല്ലോ. അവിടെ യൂസ് ചെയ്ത ആസിഡ് HCl-ഉം ബേസ് NaOH ആണ്. നമ്മൾ ഉപയോഗിച്ച ഇൻഡിക്കേറ്റർ ഫിനോഫ്തലീൻ ആണ്. അപ്പോൾ ഇങ്ങനൊരു ഇതിലാണ് നിങ്ങൾ അതിൻ്റെ ഹെഡിങ് കൊടുക്കേണ്ടത്. HCl വേഴ്സസ് NaOH, ഫിനോഫ്തലീൻ ഇസ് എ ഇൻഡിക്കേറ്റർ. ഇതാണ് ഒബ്സർവേഷൻ കോളം. നമ്പർ ഫസ്റ്റ് സെക്കൻഡ് കോളം വോളിയം ഓഫ് NaOH പിപ്പറ്റഡ്. ബേസ് നമ്മൾ പിപ്പറ്റ് ചെയ്യാണ്. അപ്പോൾ വോളിയം ഓഫ് NaOH പിപ്പറ്റഡ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്? ml. പിന്നെ ബ്യൂററ്റ് റീഡിങ്. ബ്യൂററ്റ് റീഡിങ്ങിൽ നമുക്കൊരു ഇനീഷ്യൽ റീഡിങ്ങും ഉണ്ടാവും, ഫൈനൽ റീഡിങ്ങും ഉണ്ടാവും. അതിൻ്റെ മീൻസ് ഡിഫറൻസ് ആണ് വോളിയം ഓഫ് HCl യൂസ്ഡ്. അതിൻ്റെയും യൂണിറ്റ് എന്താണ്? ml ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈട്രേഷൻ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് ടൈട്രേഷൻ അതിൽ നമ്മൾ പിപ്പറ്റ് ചെയ്തത് നമ്മൾ യൂസ് ചെയ്യുന്ന പിപ്പറ്റ് 20 ml പിപ്പറ്റ് ആണ്. അതുകൊണ്ട് വോളിയം ഓഫ് NaOH പിപ്പറ്റഡ് 20. ബ്യൂററ്റ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ബ്യൂററ്റിൽ റീഡിങ് 0 ആയിരുന്നു. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടൈട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഫിനോഫ്തലീൻ കളർ പിങ്ക് കളർ ടു കളർലെസ് ആയി. അതാണ് എൻഡ് പോയിന്റ്. അപ്പോൾ ടൈറ്റർ വാല്യൂ 19.6. അപ്പോൾ ഡിഫറൻസ് എന്താണ്? 19.6 മൈനസ് 0. അപ്പോൾ വോളിയം ഓഫ് HCl യൂസ്ഡ് 19.6 ml. ഇനി വീണ്ടും ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 19.6 ml-ലാണല്ലോ ഇപ്പോൾ നമ്മുടെ ബ്യൂററ്റിലെ വോളിയം 19.6 ml ആണ്. ഒന്നെങ്കിൽ അത് 20 കുറച്ച് ആസിഡ് പുറത്തോട്ട് ഒഴിച്ചിട്ട് 20 ml-ൽ അടുത്ത ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ വീണ്ടും ബ്യൂററ്റ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ബ്യൂററ്റ് 0 ml-ൽ എത്രയും ഫില്ല് ചെയ്തിട്ട് ടൈട്രേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈട്രേഷൻ വീണ്ടും നമ്മൾ പിപ്പറ്റ് ചെയ്തത് 20 ml NaOH. ഇനീഷ്യൽ റീഡിങ് 0 ആക്കുകയാണെങ്കിൽ 0 ആക്കുകയാണെങ്കിൽ വീണ്ടും ആസിഡ് ഫില്ല് ചെയ്യുക ബ്യൂററ്റിൽ. ഫൈനൽ റീഡിങ് 19.6. ടൈറ്റർ വാല്യൂ ഓർ വോളിയം ഓഫ് HCl യൂസ്ഡ് 19.6 മൈനസ് 0, 19.6 ml. അപ്പോൾ നമുക്ക് ടൈറ്റർ വാല്യൂ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റർ വാല്യൂ ഇങ്ങനെ കൺകോർഡൻ്റ് ആയി കിട്ടിയാൽ നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിന് അടുത്ത് കാണിച്ചിട്ട് സൈൻ വാങ്ങണം. അതായത് നിങ്ങൾ ഇനി ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നപ്പോൾ സാറ് പറയും. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ആണ്. ഫസ്റ്റ് ഇതാണ്. നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ബൈ ഹാർട്ട് പഠിക്കണം. ആ ഓർഡറിൽ തന്നെ എഴുതണം. പക്ഷെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മാസ് പെർ ലിറ്റർ ഓഫ് HCl ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. മാസ് പെർ ലിറ്റർ ഓഫ് HCl
3.65 gram per liter. Mass per liter ആണ് 3.65 ആണ്. ഇനി equivalent mass of HCl. Equivalent mass of HCl 36.5 ആണ്. Equivalent mass of HCl 36.5. നെക്സ്റ്റ് നോർമാലിറ്റി ഓഫ് HCl. നോർമാലിറ്റി ഓഫ് HCl നമ്മൾ N1 ആണ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ N ആണ് നോർമാലിറ്റി. നോർമാലിറ്റിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ N. അത് HCl-ൻ്റെത് കാണിക്കാൻ വേണ്ടി N1 കൊടുത്തു. അപ്പോൾ നോർമാലിറ്റി ഓഫ് HCl അതിന്റെ ഇക്വേഷൻ എന്താണ്? മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്, അതാണ് നോർമാലിറ്റി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ മാസ് പെർ ലിറ്റർ നമുക്കറിയാം 3.65 ആണ്. അതിന്റെ ഇക്വലന്റ് മാസ് 36.5 ആണ്. അതുകൊണ്ട് നോർമാലിറ്റി എത്രയായിരിക്കും? 0.1 നോർമൽ. 0.1 നോർമൽ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വോളിയം ഓഫ് HCl. അത് നമ്മൾ V1 കൊടുത്തു. വോളിയത്തിന് യൂഷ്വലി നമ്മൾ V എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് കാണിക്കാറ്. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് HCl-ന് V1 കൊടുത്തു. കാരണം നോർമാലിറ്റി ഓഫ് HCl N1 ആയിരുന്നു. അതുകൊണ്ട് വോളിയം ഓഫ് HCl V1. 1 എന്നുള്ളത് HCl-നെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ വോളിയം ഓഫ് HCl V1 is equal to 19.6 ml. ഇതാണ് നമ്മുടെ ടൈറ്റർ വാല്യൂ, 19.6 ml. ദെൻ വോളിയം ഓഫ് NaOH, അതിന് V2 എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അത് 20 ml ആണ്. നമ്മൾ പിപ്പറ്റ് ചെയ്ത NaOH-ന്റെ വാല്യൂ പിപ്പറ്റ് ചെയ്ത് 20 ml ആണ്. അതാണ് വോളിയം ഓഫ് NaOH. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ എന്താണ്? നോർമാലിറ്റി ഓഫ് NaOH N2. നോർമാലിറ്റി ഓഫ് NaOH N2 അത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. This is from the normality equation. N1V1 is equal to N2V2. ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ടത്. N1V1 is equal to N2V2. ഇവിടെ N1 HCl-ന്റെ നോർമാലിറ്റി തന്നിട്ടുണ്ട്. V1 വോളിയം ഓഫ് HCl ടൈറ്റർ വാല്യൂ, N2 നോർമാലിറ്റി ഓഫ് NaOH, V2 വോളിയം ഓഫ് NaOH. നമുക്ക് അറിയാത്തത് ഏത് മാത്രമാണ്? N2. ഇപ്പൊ N2 is equal to ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. N2 is equal to N1V1 divided by V2. N1V1 divided by V2. N1 0.1 നോർമൽ ആണ്, അതായത് HCl-ന്റെ നോർമാലിറ്റി. V1 19.6 ml. Then V2 20 ml. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നോർമാലിറ്റി ഓഫ് NaOH എത്ര കിട്ടും? 0.0980 നോർമൽ. 4 ഡെസിമൽ പ്ലേസിലേക്ക് സാധാരണ ടൈറ്റർ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ നോർമാലിറ്റീൻ്റെ ഒക്കെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 4 ഡെസിമൽ പ്ലേസിലേക്ക് നിങ്ങൾ ആൻസർ എഴുതണം. അപ്പോൾ 0.0980 നോർമൽ. ഇനി അടുത്തത് എന്താണ്? ഇക്വലന്റ് മാസ് ഓഫ് NaOH. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. NaOH-ന്റെ HCl-ന്റെ ഒക്കെ ഇക്വലന്റ് വെയിറ്റ് ബൈ ഹാർട്ട് ചെയ്യാം. ഇക്വലന്റ് മാസ് ഓഫ് ഓർ ഇക്വലന്റ് വെയിറ്റ് ഓഫ് NaOH 40 gram. ഇനി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, മാസ് പെർ ലിറ്റർ ഓഫ് NaOH. അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ് ആണ് മാസ് പെർ ലിറ്റർ ഓഫ് NaOH. നമ്മൾ നോർമാലിറ്റി മുന്നേ കണ്ടുപിടിച്ചു, ഇക്വലന്റ് മാസ് 40 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.0980 ഇൻറ്റു 40 വിച്ച് ഇസ് ഈക്വൽ ടു 3.92 gram per liter. Last step of volumetric calculation, mass of NaOH in the whole of the given solution. നമുക്ക് ആദ്യം ഒരു 20 ml NaOH സൊല്യൂഷൻ ആണ് തന്നത്. നിങ്ങൾ ആദ്യം 100 ml-ലേക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗിവൺ സൊല്യൂഷൻ 100 ml-ലേക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ ആ ഗിവൺ സൊല്യൂഷനിലുള്ള NaOH-ന്റെ എമൗണ്ട് ആണ് കാണേണ്ടത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. അതിനുള്ള ഇക്വേഷൻ ഇതാണ്, മാസ് പെർ ലിറ്റർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000. മാസ് പെർ ലിറ്റർ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചു 3.92 ആണ്, ഇൻറ്റു 100 ബൈ 1000. അപ്പോൾ വാല്യൂ ആൻസർ എന്താണ് വരിക? 0.392 gram. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾ റിസൾട്ട് എടുത്ത് എഴുതുമ്പോൾ ഇതിൽ കിട്ടിയ എല്ലാതും, അതായത് മാസ് പെർ ലിറ്റർ ഓഫ് NaOH, മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ ഒക്കെ വീണ്ടും എടുത്ത് എഴുതണം. ഇത്രയാണ് വോളിയോമെട്രിക് കാൽക്കുലേഷൻ. ഇത് കൂടാതെ നിങ്ങൾ ഈ ഒരു നമ്മളൊരു ഈ വോളിയോമെട്രിക്കിന് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, പ്രൊസീജിയറും പ്രിൻസിപ്പിളും കൂടി എഴുതി നിങ്ങൾ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ എക്സാമിനറിനെ എക്സ്റ്റേണൽ എക്സാമിനെ കാണിക്കുകയും വേണം. വോളിയോമെട്രിക് അനാലിസിസിൽ ഇത് ചെയ്യുകയും വേണം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊസീജിയറും പ്രിൻസിപ്പിളും നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതിയിട്ട് എക്സ്റ്റേണൽ എക്സാമിനെ കാണിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് പ്രാക്ടിക്കലിലുള്ള എക്സ്പെരിമെന്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. നിങ്ങൾക്കൊരു ഇനോർഗാനിക് സോൾട്ട് തരും. ആ ഇനോർഗാനിക് സോൾട്ടിലെ കാറ്റയോണും ആനയോണും ഐഡന്റിഫൈ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളിതിൽ ഫുൾ സ്കീം, നിങ്ങൾക്ക് സ്കീം ലാബിൻ്റെ അകത്തേക്ക് കയറ്റാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സോൾട്ടിനനുസരിച്ച് നിങ്ങൾ ആ ഫുൾ സ്കീമും എഴുതി എക്സാമിനറെ കാണിച്ചാൽ മാത്രമേ ഇതിന് മാർക്ക് കിട്ടുള്ളൂ. വെറുതെ ആ ഒരു ആനയോൺ ഏതാണെന്ന് കാറ്റയോൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യും വേണം. അപ്പോൾ നിങ്ങൾക്ക് തരുന്നത് സിമ്പിൾ ഇനോർഗാനിക് സോൾട്ട് ആയിരിക്കും. എന്താണ് സിമ്പിൾ ഇനോർഗാനിക് സോൾട്ട്? അതിലൊരു കാറ്റയോൺ പാർട്ടും ഒരു ആനയോൺ പാർട്ടും ഉണ്ടാവും. കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിരിക്കും. പോസിറ്റീവ്ലി ചാർജ് Na+, Ce2+,
Mg2+, അതൊക്കെ കാറ്റയോൺസിന് എക്സാമ്പിൾ ആണ്. ഇനി ആനയോൺസ് എന്ന് പറഞ്ഞാലോ, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, Cl-, CO3-2-, കാർബണേറ്റ്, നൈട്രേറ്റ്, ഇതൊക്കെ ആനയോൺസിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് തരുന്ന സോൾട്ടിൽ ഒരു കാറ്റയോണും ഒരു ആനയോണും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനോർഗാനിക് അനാലിസിസിൽ ഫസ്റ്റ് നമുക്കൊരു പ്രിലിമിനറി അനാലിസിസ് ഉണ്ടാവും. പ്രിലിമിനറി അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകേണ്ടത് അനാലിസിസ് ഓഫ് ആനയോൺ ആണ്. അനാലിസിസ് ഓഫ് ആനയോണിൽ നിങ്ങൾക്ക് ഏത് ആനയോൺ ആണെന്ന് മനസ്സിലായാൽ പിന്നെ അതിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് ചെയ്യാം. കൺഫോർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് സെപ്പറേഷൻ ആണ്, ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് സെപ്പറേഷൻ എന്ന് പറയും. അത് കാറ്റയോൺ അനാലിസിസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ നിങ്ങൾ അതിലെ അനാലിസിസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഏത് ഗ്രൂപ്പിലാണ്, നിങ്ങൾക്ക് തന്ന കാറ്റയോൺ ഏത് ഗ്രൂപ്പിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ കാറ്റയോണിന്റെ കൺഫർമേറ്ററി ചെയ്യാം. ഇങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ. അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഫസ്റ്റ് പ്രിലിമിനറി അനാലിസിസ്, പിന്നെ അനാലിസിസ് ഓഫ് ആനയോൺ. അനാലിസിസ് ഓഫ് ആനയോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺ, അതിനുശേഷം ഗ്രൂപ്പ് സെപ്പറേഷൻ, ദെൻ അവസാനമായിട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാറ്റയോൺ. പ്രിലിമിനറി അനാലിസിസിൽ മെയിൻ ആയിട്ടും 4 എക്സ്പെരിമെന്റ് ആണ് വരുന്നത്. ഫസ്റ്റ്, കളർ ഓഫ് ദി സബ്സ്റ്റൻസസ് നോട്ടൺ. അപ്പോൾ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ, ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ, സോൾട്ടിന് എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ നമുക്ക് ചില അയോൺസിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ബ്ലൂ കളർ ആണെങ്കിൽ അത് Cu2+ അയോൺസിന്റെ പ്രസൻസിനെയാണ് കാണിക്കുന്നത്, ബ്ലൂ കളർ ആണെങ്കിൽ. പിന്നെ സെക്കൻഡ്, ആക്ഷൻ ഓഫ് ഹീറ്റ് ആണ്. നിങ്ങളുടെ സോൾട്ട് ഒന്ന് ഹീറ്റ് ചെയ്യുക, ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് ചെയ്യുമ്പോൾ സ്മെൽ ഓഫ് അമോണിയ ഉണ്ടെങ്കിൽ അതിൽ അമോണിയം അയോൺസ് ഉണ്ടെന്ന് പറയാം. ഇനി ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും. ഫ്ലെയിം ടെസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ് വാച്ച് ഗ്ലാസ്സിലാണ്. ഇതാണ് വാച്ച് ഗ്ലാസ്. അപ്പോൾ വാച്ച് ഗ്ലാസ്സിൽ നമ്മളൊരു വളരെ കുറച്ച് സോൾട്ട് എടുത്തിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഗ്ലാസ് റോഡിൻ്റെ ടിപ്പിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ കാണിക്കാം. നോൺ ലൂമിനസ് ഫ്ലെയിമിൽ കാണിച്ചാൽ ഫ്ലെയിമിന് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ, കളർ കാണുന്നുണ്ടെങ്കിൽ അത് ഓരോ അയോൺസിന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫ്ലെയിമിൽ നമുക്ക് പെയിൽ ഗ്രീൻ കളർ കാണാമെന്ന് വെച്ചോ. ഫ്ലെയിം ടെസ്റ്റിൽ ഫ്ലെയിമിന് പെയിൽ ഗ്രീൻ കളർ ആണെങ്കിൽ അത് പ്രസൻസ് ഓഫ് ബേരിയം അയോൺസ് ആണ്, Ba2+ അയോൺസ്. ഇനി ഫ്ലെയിം ടെസ്റ്റിൽ ഫ്ലെയിമിന് റെഡ് കളർ ആണെങ്കിൽ, ബ്രിക്ക് റെഡ് കളർ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് Ca2+ അയോൺസ്, കാൽഷ്യം അയോൺസ്. ഓക്കെ, അപ്പോൾ ഫ്ലെയിം ടെസ്റ്റിലെ മെയിൻ 2 ഒബ്സർവേഷൻ ആണ്. പിന്നെ ക്രിംസൺ റെഡ് ആണെങ്കിൽ സ്ട്രോൺഷ്യം, Sr2+. ഇനി അടുത്തത് ആഷ് ടെസ്റ്റ് ആണ്. ആഷ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫിൽട്ടർ പേപ്പർ വേണം. ഫിൽട്ടർ പേപ്പർ ആദ്യം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. സോൾട്ടിലേക്ക് HNO3, കൊബാൾട്ട് നൈട്രേറ്റ്, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്തിട്ട് ഫിൽട്ടർ പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് ബേൺ ചെയ്യാം. അപ്പോൾ ആഷിൻ്റെ കളർ, അവിടെ നമ്മൾ ആ ഒരു ഫിൽട്ടർ പേപ്പറിൻ്റെ കളറല്ല, ആഷിൻ്റെ ആ ടിപ്പിൽ ആ കളർ നോക്കിയിട്ടാണ് നോട്ട് ചെയ്യാണ് വേണ്ടത്. അത് ബ്ലൂ ആഷ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് Al3+ അയോൺസ് ആണ്. ഗ്രീൻ ആഷ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് Zn2+ അയോൺസ് ആണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിലിമിനറി അനാലിസിസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു കാറ്റയോൺ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി കിട്ടിയില്ലെങ്കിലും പിന്നെ നമ്മൾ അനാലിസിസ് ഓഫ് ആനയോൺ ചെയ്യണം. പക്ഷേ നിങ്ങൾ ആഷ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റും നന്നായിട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് കാറ്റയോൺസിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? പ്രിലിമിനറി അനാലിസിസ് നിന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ഓഫ് ആനയോൺ ആണ്. ഒരു എന്താന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് വൈസിൽ നമ്മൾ അങ്ങ് ചെയ്തു പോകണം. നമുക്കിപ്പോൾ കാർബണേറ്റ് ഉണ്ട്. ആനയോൺസ് മെയിൻ ആയിട്ട് വരുന്നത് കാർബണേറ്റ് ആവാം, ക്ലോറൈഡ് ആവാം, അസറ്റേറ്റ് ആവാം, നൈട്രേറ്റ് ആവാം. അപ്പോൾ ആദ്യം പോയി നൈട്രേറ്റിന്റെ എക്സ്പെരിമെന്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആ ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് കാർബണേറ്റ്, പിന്നെ അസറ്റേറ്റ്, പിന്നെ ക്ലോറൈഡ്, പിന്നെ നൈട്രേറ്റ്. ആ ഒരു ഓർഡറിൽ തന്നെ അനാലിസിസ് ചെയ്തു പോകണം. അപ്പോൾ ഫസ്റ്റ് കാർബണേറ്റിന്റെ ടെസ്റ്റ് ആണ്. കാർബണേറ്റിന്റെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂഷ്വലി വാച്ച് ഗ്ലാസ് ആണ് ഉപയോഗിക്കാറ്. വാച്ച് ഗ്ലാസ്സിൽ നിക്കൽ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് കുറച്ച് സോൾട്ട് എടുക്കുക, അതിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യാം. അപ്പോൾ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുന്ന സമയത്ത് ബ്രിസ്ക് എഫറവസൻസ് ഉണ്ടെങ്കിൽ അതെന്തിന്റെ പ്രസൻസ് ആണ്? കാർബണേറ്റിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് സോൾട്ട്, നിക്കൽ സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ സോൾട്ട് എടുക്കേണ്ടത്. വളരെ കുറച്ച് സോൾട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. സോൾട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് ഡൈല്യൂട്ട് HCl. ബ്രിസ്ക് എഫറവസൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുമിളായിട്ട് ഫോം ചെയ്യും. ഇവിടെ ഒന്നുമില്ല, നോ റിയാക്ഷൻ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ബ്രിസ്ക് എഫറവസൻസ് ഫോം ചെയ്താൽ ഇറ്റ് ഇസ് പ്രസൻസ് ഓഫ് കാർബണേറ്റ് അയോൺ. ഇവിടെ നോ ബ്രിസ്ക് എഫറവസൻസ്, സോ ആബ്സെൻസ് ഓഫ് കാർബണേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കീം എഴുതുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അനാലിസിസ് ഓഫ് ആനയോണിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ ഒരു എക്സ്പെരിമെന്റ് എന്താണ്? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട്
dilute HCl is added. No brisk effervescence, absence of inference എന്താണ് absence of CO3 2- or carbonate ion. Okay, അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സ്പെരിമെന്റ് എന്താണ്? ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് H2SO4. ഒരു അതിനും വാച്ച് ഗ്ലാസ് ആണ് നല്ലത്. വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മളൊരു കുറച്ച് സോൾട്ട് എടുത്തിട്ട് പിഞ്ച് ഓഫ് സോൾട്ട് എടുത്തിട്ട് അതിലേക്ക് ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്ത് റബ്ബ് ചെയ്യാം. അപ്പോൾ അസറ്റേറ്റിന്റെ സ്മെല്ലാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡിന്റെ സ്മെല്ലാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് അയോൺ. സോൾട്ട് എടുക്കുക, സോൾട്ടിലേക്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. റബ്ബ് ചെയ്യാം. ഓക്കെ, ഡൈല്യൂട്ട് H2SO4 സോൾട്ടിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കാം. അപ്പോൾ അസറ്റേറ്റ് ലൈക്ക് സ്മെല്ലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ, അസറ്റിക് ആസിഡ് അറിയില്ലേ, വിനാഗിരിന്റെ സ്മെല്ലാണെങ്കിൽ അതെന്തിന്റെ പ്രസൻസ് ആണ്? പ്രസൻസ് ഓഫ് അസറ്റേറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഡൈല്യൂട്ട് H2SO4 ഈ സോൾട്ടിന്റെ കുറച്ച് സോൾട്ടിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്മെൽ ചെയ്തപ്പോൾ എനിക്ക് അസറ്റേറ്റ് ലൈക്ക് സ്മെല്ലുണ്ട്, അസറ്റിക് ആസിഡിന്റെ സ്മെല്ലുണ്ട്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് അയോൺ. അപ്പോൾ നമ്മൾ ആനയോൺ കൺഫേം ചെയ്തില്ല, ജസ്റ്റ് നമുക്ക് മനസ്സിലായി അതിൽ അസറ്റേറ്റ് അയോൺ ഉണ്ടെന്ന്. അപ്പോൾ ഇത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാൻ നമ്മളൊരു കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഇനി താഴോട്ട് ഇനിയും ആനയോൺസ് ഉണ്ട് നമുക്ക്. ക്ലോറൈഡ് അയോൺസ് ഉണ്ട്, നൈട്രേറ്റ് അയോൺസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി അസറ്റേറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് എക്സ്പെരിമെന്റ് അസറ്റേറ്റ് ആയിരുന്നു. അനാലിസിസ് ഓഫ് ആനയോണിലെ സെക്കൻഡ് എക്സ്പെരിമെന്റ് അനാലിസിസ് ഓഫ് അസറ്റേറ്റ് അയോൺ ആയിരുന്നു. അപ്പോൾ അവിടെ അസറ്റേറ്റ് അയോൺ ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? താഴോട്ട് പ്രൊസീജിയർ, അതായത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ആനയോണിന്റെ പ്രൊസീജിയർ പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാം? അസറ്റേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാം. അസറ്റേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് വേണം. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആണ് ഇവിടുത്തെ റിയേജന്റ്. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് പ്ലസ് വാട്ടർ. നോർമലി സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സോൾട്ട് കുറച്ച് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിലേക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്ത് നോക്കാം. അതാണ് റിയേജന്റ് ഇവിടുത്തെ. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്ത് ഇതിന് റെഡ് കളർ വരികയാണെങ്കിൽ, റെഡ് കളറേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഈസ് കൺഫേംഡ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ സോൾട്ട് സൊല്യൂഷനിലേക്ക് സോൾട്ട് കുറച്ച് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുക. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ അത് ഡിസോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിലേക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ റെഡ് കളറേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അസറ്റേറ്റിന്റെ പ്രസൻസ് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇതാണ് അസറ്റേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. ഇവിടെ നമ്മൾ ചെയ്തത് ആദ്യം പ്രിലിമിനറി അനാലിസിസ് ചെയ്തു, കളർ നോട്ട് ചെയ്തു, വൈറ്റ് ആണ്. അപ്പോൾ ആബ്സെൻസ് ഓഫ് Cu2+ അയോൺസ്, Na2+ അയോൺസ്. പിന്നെ ആക്ഷൻ ഓഫ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നോ സ്മെല്ലാണെങ്കിൽ ആബ്സെൻസ് ഓഫ് അമോണിയം അയോൺ. പിന്നെ ഫ്ലെയിം ടെസ്റ്റ് നോ കളർ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് Pa2+ അയോൺ, ദെൻ Ca2+ അയോൺ, Sr2+ അയോൺ. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക കളർ നിങ്ങൾക്ക് ഫ്ലെയിമിൽ കാണുകയാണെങ്കിൽ അത് പ്രസൻസ് ഓഫ് ദാറ്റ് അയോൺ ആണ്. ഇനി ആഷ് ടെസ്റ്റ്. അതിനുശേഷം നമ്മൾ അനാലിസിസ് ഓഫ് ആനയോൺ ചെയ്തു. അനാലിസിസ് ഓഫ് ആനയോണിൽ ഫസ്റ്റ് കാർബണേറ്റിന്റെ ടെസ്റ്റ് ആയിരുന്നു. കാർബണേറ്റിന്റെ ടെസ്റ്റിൽ നോ ബ്രിസ്ക് എഫറവസൻസ്, സോ ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. അതിൽ സെക്കൻഡ് ടെസ്റ്റ് വരുന്നത് ആനയോണിൻ്റെത് അസറ്റേറ്റിന്റെ ടെസ്റ്റ് ആയിരുന്നു. ഡൈല്യൂട്ട് H2SO4 ഉപയോഗിച്ചിട്ട് സോൾട്ടിനെ റബ്ബ് ചെയ്യുക വാച്ച് ഗ്ലാസ്സിൽ. ഇപ്പോൾ അസറ്റിക് ആസിഡിന്റെ സ്മെൽ ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് അസറ്റേറ്റ്. അപ്പോൾ അവിടെ നമുക്ക് അസറ്റേറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് അവിടെ അനാലിസിസ് ഓഫ് ആനയോൺ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺ ചെയ്തു. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. സോൾട്ട് സൊല്യൂഷനിലേക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ റെഡ് കളറേഷൻ വന്നു. സോ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഈസ് കൺഫേം. ഇനി നമുക്ക് കാറ്റയോൺ അനാലിസിസ് ആണ്. ഗ്രൂപ്പ് സെപ്പറേഷന് നമ്മൾ ആദ്യം ഒരു ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടാക്കണം. ഒറിജിനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സോൾട്ട് ആണെങ്കിൽ വാട്ടറിൽ സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മതി. ഇനി വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്ത സോൾട്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാർബണേറ്റ്സ് ഒക്കെ ചിലപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡൈല്യൂട്ട് HCl ലാണ് ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇവിടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ ഡിസോൾവ് ചെയ്തപ്പം മനസ്സിലായി വാട്ടറിൽ അത് ഡിസോൾവ് ആവുന്നുണ്ട്. ഇനി ഡിസോൾവ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഇല്ലെങ്കിൽ ഡിസോൾവ് ആയി.
ഇനി ഇത്രയും സൊല്യൂഷൻ ഒരുമിച്ചെടുത്ത് ഫുൾ എക്സ്പെരിമെന്റ്, അതായത് ഫസ്റ്റ് എക്സ്പെരിമെന്റിന് ഇത്രയും സൊല്യൂഷൻ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ഒരു ചെറിയ 1 ml 2 ml എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യുക, പിന്നെ അടുത്ത 2 ml ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഒറിജിനൽ സൊല്യൂഷൻ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. കുറച്ചധികം സോൾട്ട് എടുത്തിട്ട് ഒറിജിനൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് താഴോട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്യാം. അനാലിസിസ് ഓഫ് കാറ്റയോൺ, ഗ്രൂപ്പ് സെപ്പറേഷൻ ആണെന്ന് ഫസ്റ്റ് പറഞ്ഞു. നമുക്ക് 0 ഗ്രൂപ്പ്, അതായത് കാറ്റയോൺസിന് ഡിഫറെന്റ് ഗ്രൂപ്പ്സിലായിട്ട് അറേഞ്ച് ചെയ്യാം. 0 ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, 5th 6th, ഇത്രയും ഗ്രൂപ്പാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും കുറച്ച് അയോൺസ് ഉൾപ്പെട്ടിരിക്കും. ഇപ്പോൾ 0th ഗ്രൂപ്പിലെ അയോൺസ്, 0th ഗ്രൂപ്പിൽ അമോണിയം അയോൺസ് NH4+ അയോൺസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിൽ ലെഡ് അയോൺ, സെക്കൻഡ് ഗ്രൂപ്പിലാണെങ്കിൽ കോപ്പർ അയോൺ, തേർഡ് ഗ്രൂപ്പിൽ ഫോർ എക്സാമ്പിൾ തേർഡ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു അയോൺ ആണ് അലൂമിനിയം, ഫോർത്ത് ഗ്രൂപ്പിൽ മാംഗനീസ്, സിങ്ക്, നിക്കൽ ഒക്കെ ഫോർത്ത് ഗ്രൂപ്പിൽ പെടുന്ന അയോൺസ് ആണ്. പിന്നെ 5th ഗ്രൂപ്പിൽ ബേരിയം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ഇതൊക്കെ 5th ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അയോൺസ് ആണ്, കാറ്റയോൺസ് ആണ്. ഇനി 6th ഗ്രൂപ്പിൽ പെടുന്ന ഒരു അയോൺ ആണ് മെഗ്നീഷ്യം 2+. അപ്പോൾ നമുക്ക് ഏകദേശം ഗ്രൂപ്പ് അനാലിസിസ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിലാണെന്ന് ആ അയോൺസ് പ്രസന്റ് ആണെന്ന് മനസ്സിലാവും. പിന്നെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്താൽ മതിയോ. നമ്മൾ 0th ഗ്രൂപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെയും അതേ ഓർഡർ ഫോളോ ചെയ്യണം. ആദ്യം പോയി 5th ഗ്രൂപ്പ് ചെയ്ത് പിന്നെ 4th ഗ്രൂപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേ ഓർഡർ തന്നെ ഫോളോ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 0th ഗ്രൂപ്പാണ്. 0th ഗ്രൂപ്പ് അതിന് സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സോൾട്ട് സൊല്യൂഷനിൽ കുറച്ച് പോർഷൻ എടുക്കുക, കുറച്ച് ഭാഗം എടുത്തിട്ട് അതിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യാം. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ നോ പ്രസിപ്പിറ്റേറ്റ്, ഇവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഇല്ല ഒറിജിനൽ സൊല്യൂഷനിൽ. അപ്പോൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് NH4+ അയോൺസ് ഓർ 0th ഗ്രൂപ്പ്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ നമ്മുടെ ഒറിജിനൽ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് ആബ്സെൻസ് ഓഫ് 0th ഗ്രൂപ്പ് ആണ്. നോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് 0 ഗ്രൂപ്പ്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തില്ലേ? അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. പ്രസിപ്പിറ്റേറ്റ് കൃത്യമായിട്ട് കാണാൻ നിങ്ങളൊന്ന് സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കിയാലും മതി, ഡൗട്ട് ഉള്ളവർക്ക്. ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഒരു ഇൻഫറൻസ് എന്താണ്? ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിയേജൻറ്റ് ഡയല്യൂട്ട് HCl ആണ്. ഡയല്യൂട്ട് HCl. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഡയല്യൂട്ട് HCl ആഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ ഒറിജിനൽ സൊല്യൂഷനിലേക്ക് ഡയല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിന് ടെസ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് ഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യാൻ നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ വേണം. ഒറിജിനൽ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഡയല്യൂട്ട് HCl ആഡ് ചെയ്യാം. ഡയല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. ചെറുതായിട്ട് നിങ്ങൾക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം, സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡയല്യൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ഡയല്യൂട്ട് HCl വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ചെറുതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ എന്താണിത്? പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള അയോൺസ് ഏതാണ്? ലെഡ് അയോൺസ് ആണ്. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ലെഡ് അയോണിന്റെ കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് ഡയറക്റ്റ് പോകാം. പിന്നെ ബാക്കി ഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഗ്രൂപ്പാണ് നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള അയോണിന്റെ കൺഫർമേറ്ററി ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളത് ലെഡ് അയോൺസ് ആണ്. ലെഡ് അയോണിന്റെ കൺഫർമേറ്ററി ചെയ്യാം. ഓക്കെ, ലെഡ് അയോണിന്റെ കൺഫർമേറ്ററി ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ വേണം. ഒറിജിനൽ സൊല്യൂഷൻ ആദ്യം അസറ്റിക് ആസിഡ് വെച്ചിട്ട് അസിഡിഫൈഡ് ചെയ്തിട്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യാം. അതാണ് ഒരു ടെസ്റ്റ്. 2 കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒറിജിനൽ സൊല്യൂഷൻ വേണം, സോൾട്ട് സൊല്യൂഷൻ വേണം. സോൾട്ട് സൊല്യൂഷൻ ആദ്യം ഡയല്യൂട്ട് അസറ്റിക് ആസിഡ് വെച്ചിട്ട് അസിഡിഫൈഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യാം. ഡയല്യൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്തു, പിന്നെ പൊട്ടാസ്യം ക്രോമേറ്റ്.
ഓക്കെ, പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്തപ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അപ്പോൾ ഡൈല്യൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് അസിഡിഫൈഡ് ചെയ്തതിന് ശേഷം പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് Pb2+ അയൺസ്. അവിടെ നമുക്ക് കൺഫേം ചെയ്യാം, ലെഡ് അയോണിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാം. വീണ്ടും നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ വേണം. ഒറിജിനൽ സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് കളർലെസ് ആണ്. നമ്മൾ ഒറിജിനൽ സൊല്യൂഷനും കളർലെസ് ആണ്. അതിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്ത് നോക്കുക. യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. സോൾട്ട് സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അത് എന്ത് കൺഫേം ചെയ്യും? ലെഡ് അയോൺസിന്റെ പ്രസൻസ് വീണ്ടും കൺഫേം ചെയ്യും. നമുക്ക് 2 കൺഫർമേറ്ററി ടെസ്റ്റ് പറഞ്ഞു, ബൈ യൂസിങ് അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ്. പിന്നെ മറ്റേ ടെസ്റ്റ് ഏതാണ്? ബൈ യൂസിങ് പൊട്ടാസ്യം അയോഡൈഡ്. ആദ്യം ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിലേക്ക് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യാം, പിന്നെ പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യാം. യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, പ്രസൻസ് ഓഫ് Pb2+ അയോൺസ്, അല്ലെങ്കിൽ കൺഫേം ചെയ്തു നമ്മൾ Pb2+ അയോൺസിനെ. പിന്നെ വീണ്ടും അടുത്തൊരു 2 ml 1 ml ഒറിജിനൽ സൊല്യൂഷൻ എടുത്ത് അതിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യാം. അപ്പോഴും നമുക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതും ഇതിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്തു, Pb2+ന്റെ പ്രസൻസ് കൺഫേം ചെയ്തു. ഇനി അവസാനം നിങ്ങൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞു. അവസാനം റിസൾട്ടായിട്ട് എന്താ എഴുതേണ്ടത്? ദ ഗിവൺ ഇനോർഗാനിക് സോൾട്ട് കണ്ടെയ്ൻ ആനയോൺ. ഇവിടെ നമുക്ക് കിട്ടിയത് അസറ്റേറ്റ് അയോൺ ആണ്. അസറ്റേറ്റ് അയോൺ, കാറ്റയോൺ, lead ion Pb2+. So this is lead acetate. The given inorganic salt is lead acetate. ആ കാറ്റയോൺ ആനയോൺ പാർട്ടും ജോയിൻ ചെയ്തില്ല നമ്മൾ. കാറ്റയോൺ പാർട്ട് ലെഡ് അയോൺസ് ആണ്, കാറ്റയോൺ ഭാഗം Pb2+ ആണ്, ആനയോൺ അസറ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സോൾട്ട് ഏതാണ്? ലെഡ് അസറ്റേറ്റ് ആണ്. ക്ലിയർ ആയോ? ഇനി ഇത്രയും കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് വോളിയോമെട്രിക് അനാലിസിസ് ചെയ്തു. അതിന്റെ പ്രൊസീജിയറും എയിമും പ്രിൻസിപ്പിളും പ്രൊസീജിയറും സാറെ കാണിക്കണം. പിന്നെ ഒബ്സർവേഷൻ കോളം, വോളിയോമെട്രിക് അനാലിസിസിന്റെ ഒബ്സർവേഷൻ കോളവും സാറെ കാണിക്കണം. അതിനുശേഷം അതിന്റെ കാൽക്കുലേഷൻ പാർട്ട് ചെയ്യാം. ദെൻ ഇനോർഗാനിക് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാം. സ്കീമിലെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ അതൊക്കെ ആൻസർ ഷീറ്റിൽ എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് വൈവ ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ റെക്കോർഡിനും മാർക്ക് ഉണ്ടാവും. ഇത്രയാണ് നിങ്ങളുടെ കെമിസ്ട്രി പ്രാക്ടിക്കലിൻ്റെ ഒരു കാര്യം. 2 പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ടാവും, പ്രൊസീജിയർ എഴുതാനുണ്ടാവും. വോളിയോമെട്രിക് അനാലിസിസിന്റെ പ്രൊസീജിയർ എഴുതേണ്ടി വരും, പിന്നെ വൈവ ഉണ്ടായിരിക്കും, നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിന് മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ്. താങ്ക് യു.